ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മേഴ്സി ജോൺസൺ ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യും. വാഴ്ത്തപ്പെടുമാറാകട്ടെ. സിസ്റ്ററെ, ഒരു മിനിറ്റ്. സിസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആലുവയിൽ നിന്നാണ്. ഓക്കെ. സിസ്റ്റർ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കർത്താവിന്റെ വേല നിമിത്തമുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, അടിയനും പ്രിയ കർത്താവിന്റെ ദാസി ഹല്ലേലൂയ മേഴ്സി സിസ്റ്ററുമായി കടന്നു വന്നിരിക്കുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസിയെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഹല്ലേലൂയ പറയുവാന് കർത്താവ് ബലപ്പെടുത്തിയാട്ട് കേൾക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവരെ സഹായിക്കുമെന്ന് പരിശുദ്ധ കർത്താവ് ഇടയാക്കുമാറാകണമേ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദേവദാസി ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്താട്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജോയ്സ് ടിവിയിൽ കൂടെ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാന് വലിയവനാ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ സിസ്റ്ററോട്, അതുപോലെ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് തോന്നുന്നു റാണി സിസ്റ്റർ ആണെന്ന്, റാണി സിസ്റ്ററോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് ഈ ചാനലിനെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ അനേകർക്കൊരു അനുഗ്രഹവും ആശ്വാസവും ഒരു ആത്മീയ ഉണർവിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഒരു ചെറിയ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മാതാപിതാക്കൾ നോർത്ത് ഇന്ത്യയില് ജോലിയോടനുബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനും എന്റെ സഹോദരനും നാട്ടിൽ എന്റെ മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠതയുടെ ഭവനത്തിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് മൂത്ത ഒരു സഹോദരൻ പിന്നെ ഇളയൊരു സഹോദരിയാണുള്ളത്. മൂത്ത സഹോദരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് സഹോദരനും വൈഫും മാറ്റപ്പെട്ടു. എന്റെ സഹോദരി കുടുംബമായിട്ട് അവരെ മഹാരാഷ്ട്രയില് ദൈവ വേലയോടനുബന്ധിച്ചായിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ ദാനമായി തന്നിട്ടുണ്ട്. മൂത്ത മകള് അവളുടെ 2 മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ മൂത്ത മകൾ കുടുംബമായിട്ട് ദൈവവേലയോടനുബന്ധിച്ച് ദുബായില് ഇംഗ്ലീഷ് ചർച്ചില് എന്റെ മരുമകന് പാസ്റ്ററാണ്. പിന്നെ 2ാമത്തെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൾ ഡോക്ടറാണ്. അവൾ ഹയർ സ്റ്റഡീസിനോടനുബന്ധിച്ച് UK-യിലായിരിക്കുന്നു. ഇളയ മകൾ കുടുംബമായിട്ട് ഈ നാട്ടിൽ തന്നെ ആയിരിക്കുന്നു. ഞങ്ങള് ആലുവയില് ദൈവവേലയോടനുബന്ധിച്ച് ആയിരിക്കുകയാണ്. ദൈവം ഇന്നയോളം ദൈവം കരുതി. യോഗ്യതകളൊന്നും പറയുവാനില്ല, പുകഴ്ചകളൊന്നും പറയുവാനില്ല. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണ, ദൈവത്തിന്റെ മഹാകൃപ അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും ദൈവത്തെ ആഴമായിട്ട് അറിയുവാനോ ദൈവിക സ്നേഹം അനുഭവിപ്പാനോ ഒന്നും കഴിയാതെ ചില വർഷങ്ങൾ ഞാനായിരുന്നു. എന്നാൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ട ദൈവം, എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവം എന്നെ സമയമായപ്പോൾ ദൈവത്തിന്റെ രക്ഷാകരമായ ആ പ്രവൃത്തിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ഇടയായി തീർന്നു. ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനകളുണ്ട്, വചനം, ഇതൊക്കെയുണ്ട്. വളരെ ഡിസിപ്ലിനായിട്ടൊരു ജീവിതമായിരുന്നു എന്റെ മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഭവനത്തില്. വളരെ അവര് എന്ന് വെച്ചാൽ പെന്തക്കോസ്തലല്ലെന്നേ ഉള്ളൂ, വിശ്വാസത്തിലല്ലെങ്കിൽ തന്നെയും അവർ വളരെ ചുറ്റോടുകൂടിയുള്ള ആത്മീയജീവിതം നയിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഇതൊന്നും എന്നെ സ്വാധീനിച്ചിരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എന്റേതായ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ഈ വചനം എന്നെ സ്വാധീനിച്ചിരുന്നില്ല, പ്രാർത്ഥനകൾ എന്നെ സ്വാധീനിച്ചിരുന്നില്ല, ഒന്നുമില്ല. ഞാൻ ചെറുപ്പത്തിലെ ഒത്തിരി ഭയമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭയപ്പെടുന്ന സമയത്തെല്ലാം പാട്ടുകൾ പാടിയായിരുന്നു ആശ്വസിച്ചിരുന്നത്. ഞാൻ ഈ പാട്ടുകളൊക്കെ വിചാരിച്ചിരുന്നത് ദൈവത്തിന്റെ പാട്ടുകളാണെന്ന്. കാരണം സ്കൂളിൽ നമുക്ക് ഇന്നും രാവിലെയും വൈകിട്ട് ഓരോ പാട്ടുണ്ടല്ലോ, അത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. ഒന്ന് ദേശീയഗാനമാണ്, ഒന്ന് രാവിലെ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണമേ. അപ്പൊ ഈ ഇടി വെട്ടുമ്പോൾ ഞാൻ ഓടിപ്പോയി ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്ത് കയറിയിരിക്കും. കണ്ണീരോടെ എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഈ ഭയനിമിത്തം കണ്ണുനീരൊഴുകും. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഈ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ അറിവില്ലായ്മയെ ദൈവം ഗണ്യമാക്കിയില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു എന്റെ അറിവില്ലായ്മയെ. അത് കർത്താവ് അതെല്ലാം ക്ഷമിച്ചിട്ട് ആ കർത്താവിന്റെ കൃപയിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഏകദേശം എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഒരു VBS ഞാൻ കടന്നു ചെന്നു. ആ VBS-ൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു.
ആ ടീച്ചർ ഞങ്ങളുടെ BBSന്റെ ആ സമാപന ദിവസങ്ങളില് രക്ഷയെക്കുറിച്ച് ഞങ്ങളോട് പ്രസ്താവിച്ചു. ആഴമായി അത് വചനത്തിൽ കൂടെ ഒക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്ക് ഈ വചനത്തിന്റെ ആഴമൊന്നും മനസ്സിലായില്ലെങ്കിലും എനിക്കെന്തോ രക്ഷിക്കപ്പെടണം, ഈ രക്ഷ ഏറ്റുപറയണമെന്നൊരു ചിന്തയുണ്ടായിട്ട് ഞാനും കണ്ണീരോട് ആ ടീച്ചർ വളരെ കണ്ണീരോടുകൂടിയാണ് ഈ രക്ഷയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞാനും കണ്ണീരോടുകൂടി ആ രക്ഷ ഏറ്റുചൊല്ലി ഞാൻ കർത്താവായ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ ആഴമൊന്നും മനസ്സിലായില്ല. പക്ഷെ ദൈവം എന്നെ അന്നു മുതൽ ദൈവം എന്റെ ജീവിതത്തിൽ കർത്തൃത്വം ചെയ്യുവാനിടയായി. പിന്നെ ചില വർഷങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാതാപിതാക്കൾ ജോലിയോടനുബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പൊ എല്ലാ സമ്മർ വെക്കേഷനും എവിടെ എന്റെ പപ്പായി മമ്മി ആയിരിക്കുന്നു അവിടേക്ക് ഞങ്ങൾ കടന്നു പോകാറുണ്ട്. അന്ന് എന്ന് വെച്ചാൽ എന്റെ 9ാം ക്ലാസ്സിലെ സമ്മർ വെക്കേഷൻ 10ലേക്ക് ഞാൻ കയറുകയാണ്. ആ ടൈമിൽ ഞാൻ കടന്നു ചെന്നത് ആന്ധ്രയിൽ വിശാഖപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ എങ്ങനെയോ എന്തുകൊണ്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പെന്തക്കോസ്ത് ആരാധനയുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ അങ്ങ് ആകർഷിക്കപ്പെട്ടു. എന്നും രാവിലെ ഞാൻ ഈ ആരാധനാലയത്തിൽ ചെല്ലും. അവിടെയുള്ള ജോലിയൊക്കെ, വീട്ടിലെ ഞാൻ ഒരു ജോലിയും ചെയ്യത്തില്ല, പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്തു കൊടുക്കും. ആ പാസ്റ്ററും ആന്റിയെ സഹായിക്കും. വളരെ ആ പാസ്റ്ററും ആന്റിക്കും ഞാനൊരു മകളെ പോലായിരുന്നു. അവിടെ പ്രയറിനൊക്കെ സംബന്ധിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സ്റ്റാർട്ടായി. എന്നാൽ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഇരിക്കുമെങ്കിലും ഞാൻ വേറൊന്നും ചിന്തിച്ച് ഈ വചനമൊന്നും കേട്ടാലൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എല്ലാവരും അന്യഭാഷ, പല ഭാഷകൾ സംസാരിക്കുന്നു. എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ചിന്തിച്ചു, എനിക്ക് ഈ ഭാഷയൊന്നും വേണമല്ലോ. വേറൊന്നും എനിക്കറിയില്ല, രക്ഷയെക്കുറിച്ച് ആഴമായ അനുഭവമില്ല, വചനത്തെക്കുറിച്ചുള്ള അനുഭവമില്ല, സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഭാഷയൊന്ന് പ്രാപിച്ചെടുക്കണം. ഞാൻ ചെന്നിട്ട് അവിടുത്തെ പാസ്റ്റാന്റിയോട് ചോദിച്ചു, ആന്റി ഈ ഭാഷ എങ്ങനെ കിട്ടുന്നത്? അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, മോള് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തരുമെന്ന് പറഞ്ഞു. എന്റെ ആ നിഷ്കളങ്ക മനസ്സിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ഈ ഭാഷ മേടിക്കണം. എന്താ ഭാഷ, എന്തിനു വേണ്ടി അത് ഉപയോഗപ്പെടുന്നു, അതിന്റെ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭാഷ വേണം. ഒരു കൊച്ചു പൈതലിന്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ദൈവം എന്നെ കണ്ടിരുന്നു, അതാണ് മറ്റൊരു സംഗതി. അപ്പോ ഞാൻ ഉപവാസത്തോടെ കടന്നു വന്നു. അന്നുവരെ ഞാൻ ഉപവാസം എന്താണെന്നോ ഉപവസിച്ചിട്ടോ ഇല്ല. നമ്മൾ പിണങ്ങി വീട്ടിൽ എന്തെങ്കിലും കഴിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്, അല്ല ഉപവാസം എനിക്കറിയില്ല. അങ്ങനെ 1ാം ദിവസമായി, അന്ന് 40 ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളാണ്. 1ാം ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. എല്ലാവരും ഭാഷ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. 2ാം ദിവസമായി എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് ഒത്തിരി വേദനയായി. 3ാം ദിവസമായി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വേദന, ഒരു ഉച്ചയോടനുബന്ധിച്ചായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഇവിടുന്ന് അങ്ങ് അലറി കരഞ്ഞിച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവർക്കെല്ലാം ഭാഷ കൊടുത്തല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഭാഷ തരുന്നില്ല? പറഞ്ഞു തീർന്നില്ല. എനിക്കറിയില്ല എവിടുന്നാണെന്നറിയില്ല, ഒരു അത്യന്ത ശക്തി എന്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ചു. എന്നെ എടുത്തെറിയുന്ന പോലെ എനിക്ക് മനസ്സിലായി. ഞാനന്ന് വളരെ സ്കെൽറ്റായിട്ടുള്ളൊരു പെണ്ണാണ്. പക്ഷെ എന്നെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലുള്ള ഒരു ശക്തി അവിടെ വ്യാപരിച്ചു. എന്നെ പലരും വന്ന് പിടിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും എന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ ഞാൻ തന്നെ അത് എനിക്കറിയാം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ശക്തി വളരെ ശക്തിയോടെ അന്നത്തെ ആരാധന അങ്ങ് നീണ്ടുപോയി. അന്ന് പല ഭൂതങ്ങൾ അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ അവിടെ ഒരു സഹോദരിയെ ചില വർഷങ്ങളായിട്ട് അവര് തളർവാദ രോഗിയായിട്ടിരിക്കുകയാണ്. ആ സഹോദരി കട്ടിലോട് കൊണ്ടുവന്ന് ഈ ആരാധനാലയത്തിൽ കിടത്തിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വലിയൊരു ആത്മാവിന്റെ പകർച്ച അവിടെ വ്യാപരിച്ചു. എല്ലാവരും അന്ന് എത്ര സമയം നീണ്ടുപോയെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ പിടിച്ചത് നിർത്തുമായിരുന്നു. കാരണം പലർക്കും ജോലിക്ക് പോകേണ്ടതുണ്ട്, ഭവനത്തിലേക്ക് പോകേണ്ടതുണ്ട്, എങ്ങനെയൊക്കെയോ. പക്ഷെ അന്ന് എന്റെ ജീവിതം എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവ് ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എവിടെയോ ഒരു ശൂന്യതയുണ്ടായിരുന്നു. അന്ന് ദൈവം എന്റെ ഹൃദയത്തിൽ നിന്ന് ആ ശൂന്യത എടുത്തു മാറ്റിയിട്ട് ദൈവിക സന്തോഷം എന്റെ ഉള്ളിലേക്ക് പകരാൻ തുടങ്ങി. ഞാൻ വചനം വായിക്കാനുള്ള ആർത്തി എന്റെ ജീവിതത്തിലുണ്ടായി. വചനം വായിക്കാൻ എപ്പോഴും എനിക്ക് ആരാധനാലയത്തിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണയുണ്ടായി. എന്തുവാന്നറിയത്തില്ല, ഒരു വലിയ മാറ്റം എന്റെ ഉള്ളിൽ. എപ്പോഴും പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു അനുഭവം, എപ്പോഴും വചനം ധ്യാനിക്കുന്ന ഒരു അനുഭവം. ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല, അതുപോലൊരു സന്തോഷം. ഞാൻ ഭവനത്തിൽ കടന്നു ചെന്നു. എന്റെ മമ്മിയോട് പറഞ്ഞു, എനിക്കിന്ന് അന്യഭാഷയൊക്കെ കിട്ടി. പക്ഷെ മമ്മിക്ക് നമുക്കറിയാമല്ലോ, മക്കളെ കുറിച്ച് അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നും എന്റെ അമ്മ എടുത്തില്ല. പക്ഷെ ഞാൻ പിന്നെ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവളായി തീർന്നു. അന്ന് വരെ ദൈവത്തോട് സംസാരിക്കുന്നതൊന്നും എനിക്കറിയില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ ഭാഷയുടെ അർത്ഥം എന്താണ്? ചില ദിവസങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഈ ഭാഷയുടെ അർത്ഥം വേണം, എനിക്ക് ഈ ഭാഷയുടെ അർത്ഥം വേണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മോളെ, നീ എന്റെ നാമവും എന്തി അനേക ജാതികളുടെ അടുക്കിലേക്കും അനേക രാജ്യങ്ങളിലേക്കും അനേക ഭാഷക്കാരുടെ അടുക്കിലേക്കും അനേക ഗോത്രങ്ങളുടെ അടുക്കിലേക്കും നീ കടന്നു പോകുന്നു പറഞ്ഞു.
എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല, ദൈവവേല എന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഈ അർത്ഥവും ചെന്ന് എന്റെ മാതാവിനോട് പറഞ്ഞു, മമ്മി എനിക്ക് കിട്ടിയ ഭാഷയുടെ അർത്ഥം അറിയാവോ, ദൈവം ഇങ്ങനെ എന്നോട് പറഞ്ഞെന്ന്. അതും എന്റെ മമ്മി കാര്യമായിട്ടെടുത്തോ എനിക്കറിയില്ല. കാരണം പിന്നെ ആ ഒരു ചെറിയ പ്രായത്തിന്റെ അറിയാമല്ലോ, അങ്ങനെ അവർ വിചാരിച്ചു ഇതൊക്കെ ഒരു ആ പ്രായത്തിന്റെ ഒരു ഇതൊക്കെയാണെന്ന് വിചാരിച്ച് അവർ അത് വലിയ എന്താ പറയുക ഇതായിട്ട് എടുത്തില്ല, കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഞാൻ എന്റെ സമ്മർ വെക്കേഷൻ ഒക്കെ അവസാനിക്കാൻ സമയമായി. ആ ടൈം ആയപ്പോൾ വചനം വായിച്ചപ്പോൾ സ്നാനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമായി. ഞാൻ കടന്നു ചെന്നിട്ട് ദേവദാസിനോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. പക്ഷെ ആ ടൈമിൽ ദേവദാസിനൊരു സർജറി ആയിരുന്നു. അത് കാരണം ആ സർജറി മൂലം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ എന്റെ സമ്മർ വെക്കേഷന്റെ സമയം തീരാറായി. എന്നോട് പറഞ്ഞു, മോളെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, നീ നാട്ടിൽ പോയിട്ട് സ്നാനപ്പെടാൻ. പക്ഷേ ഞാൻ പാട്ടൊക്കെ പാടി നാട്ടിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ കടന്നു പോകുന്നത്. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂട്ടായ്മകൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത വലിയൊരു സാഹചര്യം എന്റെ വീട്ടിലുണ്ടായി. എന്റെ പപ്പ പെന്തക്കോസ് എന്ന് പറയാം, പെന്തക്കോസിന് ആദ്യകാലം മണിയാറ്റ് എന്ന് പറയും. മണിയാറ്റ് കുടുംബത്തിലെ ഒരു മകനായിരുന്നു. പക്ഷേ എന്റെ പപ്പ ഈ ജോലിയോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് അവിടെ കൂട്ടായ്മകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുന്നത് ദൈവവേദനായിട്ടൊന്നും അല്ല ജീവിച്ചത്. പക്ഷേ വീണ്ടും നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മരണത്തോടനുബന്ധിച്ചായപ്പോൾ എന്റെ അടുക്കൽ കടന്നു വന്ന് തന്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ദൈവത്തിലേക്ക് കടന്നു വരാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. വളരെ പ്രശസ്തമായ എല്ലാവർക്കും അറിയാം, എന്റെ വല്യപ്പച്ചന്മാരെല്ലാം പെന്തക്കോസ്ത് ആദ്യകാല പെന്തക്കോസ്തിന്റെ വലിയൊരു എന്താ പറയുക തൂണുകൾ എന്ന് തന്നെ പറയാം. പക്ഷേ എന്റെ പപ്പ അങ്ങനെ അല്ലായിരുന്നു. പപ്പ ഇങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ, പല സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യ, പിന്നെ മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ടാകാം, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു. ഞാൻ നിന്ന് പഠിച്ചത് മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരിയുടെ വീട്ടിലാണ്. അവർ യാക്കോബ പശ്ചാത്തലമായിരുന്നു. പക്ഷെ വളരെ നല്ല ആത്മീയ മൂല്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു അവരുടെ അറിവിനനുസരിച്ചുള്ള ആത്മീയ മൂല്യങ്ങൾ പുലർത്തുന്നവരായിരുന്നു അവര്. അങ്ങനെ ഞാൻ ആ നാട്ടിൽ കടന്നു വന്ന് സ്നാനത്തെക്കുറിച്ചൊക്കെ സ്നാനപ്പെടാനൊക്കെ ആഗ്രഹത്തോടെ കടന്നു വന്നെങ്കിൽ എനിക്ക് കഴിഞ്ഞില്ല. വീണ്ടും ഇങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് എന്തെല്ലാം ചെയ്യണം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ആ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു ആത്മീയ കൂട്ടായ്മയോ ആത്മീയ ഉപദേശങ്ങൾ തരാനുള്ള ഒരാളോ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് വീണ്ടും ഞാൻ ക്രമേണ ദൈവത്തിൽ നിന്ന് അകലും. പക്ഷെ ദൈവത്തിൻ്റെ ഇങ്ങനെ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കാൻ സാധ്യമല്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നടക്കുകയുള്ളല്ലോ, അല്ലെങ്കിൽ ആ വചനം നമ്മളെ ഉറപ്പിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് എനിക്ക് വചനം കേൾക്കാനൊരു സാഹചര്യമില്ല. ഞാൻ തന്നെ പലവട്ടം ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആഴമായിട്ട് ദൈവിക വചനത്തെക്കുറിച്ചുള്ള ഒരിതൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ മമ്മി, പിന്നെ ഞാൻ പെയ്യെ ദൈവത്തിൽ നകന്നിട്ട് ലോകത്തിലേക്കായി എന്റെ ചിന്ത. ജോലി സമ്പാദിക്കണം, ജോലി നേടണം, പൈസ സമ്പാദിക്കണം, ഇങ്ങനെ ലോകപരമായി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതേ ടൈമിൽ എന്റെ മമ്മി ഒരു പെന്തക്കോസ്ത് ആരാധനാലയത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ മമ്മി വളരെ ആത്മീയമായി മുന്നോട്ട് പോകാനിടയായി. ആ സമയത്ത് മമ്മി ഒരു തീരുമാനം എടുത്തു, എന്റെ മക്കളെയൊക്കെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിപ്പിക്കത്തുള്ളൂ. എന്റെ പിതാവ് പിന്നെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയ ഒരു സാഹചര്യമായിരുന്നു. ഒരു മദ്യപാനിയായി തീർന്നു, തന്റെ ബിസിനസ്സുകളെല്ലാം തകർന്നു. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ മാതാവ് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ നിന്നപ്പോഴാണ് എന്റെ ഇപ്പൊ ഹസ്ബൻഡിനെ എന്നെ കാണാനായിട്ട് വിവാഹം ആലോചിച്ച് നാട്ടിൽ എന്നെ കാണാനായിട്ട് കടന്നു വരുന്നു. അപ്പോഴും ഞാൻ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. എനിക്ക് ജോലി നേടണം, പൈസ സമ്പാദിക്കും, ഇതായിരുന്നു എന്റെ ജീവിതത്തില്. എന്നാൽ എന്നെ കാണാൻ വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ജോലി കണ്ടെന്ന ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. അപ്പം തനിക്ക് ദൈവവേലയ്ക്ക് വിളിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്നെ കാണാൻ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, എന്റെ ജോലി കണ്ടൊരിക്കലും എന്നെ നീ വിവാഹം കഴിക്കരുത്, എനിക്ക് ദൈവവേലയ്ക്ക് വിളിയുള്ള ഒരു വ്യക്തിയാ, ദൈവം എന്നെ എപ്പോ വിളിക്കുന്നോ ഞാൻ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ദൈവവേലയെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാനെല്ലാം കേട്ടു, അങ്ങനെ നിന്നു. പക്ഷെ ഞങ്ങള് വിവാഹം നടന്നിട്ട് ഞാൻ കേവലം ഒരു വിശ്വാസി, പെന്തക്കോസ്ത് വിശ്വാസി ലെവൽ. പക്ഷെ ദൈവമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് പോകും, വരും, അത്രയേ ഉള്ളൂ. എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തൊരു വിശ്വാസിയാണെന്ന് എനിക്ക് പറയാം. അതുപോലത്തെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചില വർഷങ്ങളെ മൂത്ത മകളുണ്ടായി, ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകളുണ്ടായി. ഞങ്ങൾ അന്ന് ആർമിയിലായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വന്നു. രണ്ടാമത്തെ മകളുണ്ടായി, അവൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അഹമ്മദാബാദിലായിരുന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഉണർവിന്റെ ആരംഭം എന്ന് ഞങ്ങൾക്ക് പറയാം. ആ സമയത്ത് ഞാൻ ഉപവാസ പ്രാർത്ഥനകൾക്കെല്ലാം കടന്നു പോകും, വരും. അങ്ങനെ നിന്ന ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങിയാണ്. എല്ലാവരും നല്ല ചൂടുള്ള സമയമായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിലത്ത് കിടന്നുറങ്ങുക. രാത്രി ആയപ്പോൾ എന്നെ ആരോ വന്ന് തട്ടുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ശബ്ദം കേൾക്കുക, എന്റെ വേലയ്ക്കായി നീ ഒരുങ്ങുക.
ഞാൻ പറഞ്ഞു കർത്താവ്, അന്നത്തെ എന്റെ അറിവുകൾ എന്ന് പറയുന്നത് ദൈവവേല ചെയ്യുന്നവർ വളരെ വിശുദ്ധരായിട്ട് ജീവിച്ച് അങ്ങനെയുള്ളവരെ ആ ദൈവം തിരഞ്ഞെടുക്കുന്നതെന്നാ. ഞാൻ പറഞ്ഞു കർത്താവ്, എനിക്ക് യോഗ്യതകളൊന്നുമില്ല, ഞാൻ ദൈവവേല ചെയ്യത്തില്ല. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ആ വിളിയുടെ ഇതൊന്നും എനിക്ക് ഗൗരവമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ഉറക്കത്തില്ല. ഞാൻ കിടന്നുറങ്ങി. വീണ്ടും എന്നെ തട്ടുന്ന, എനിക്കത് വ്യക്തമായിട്ട് ഇന്നും അത് എന്റെ ഓർമ്മയിലുണ്ട്. എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എന്റെ വേലയ്ക്കായി നീ ഒരുങ്ങുക. അപ്പോഴും ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു, കർത്താവെ, എനിക്ക് ദൈവവേല ചെയ്യാനുള്ള യോഗ്യതകളില്ല. വീണ്ടും ഞാൻ കിടന്നു പോവാ. വീണ്ടും എന്നെ തട്ടി ഉണർത്തിയിട്ട് വീണ്ടും ഇതേ കാര്യം തന്നെ ദൈവാത്മാനോട് പറയുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, എനിക്ക് യോഗ്യതകളില്ല, ഞാൻ നിന്ന് മാറി എന്ന് പ്രാർത്ഥിച്ചോളാം. ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അല്ലാതെ എനിക്ക് അതിനുള്ള കഴിവോ യോഗ്യതയോ പ്രാപ്തിയോ ഒന്നും എനിക്കില്ല. ഞാൻ ദൈവത്തോട് പറയാ. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, മകളെ, നിന്റെ യോഗ്യത കണ്ടുവിളിച്ചതല്ല, ഞാൻ നിന്നെ യോഗ്യയാക്കി തീർക്കുമെന്ന് പറഞ്ഞു. അന്ന് ആ വിളിക്ക് മുമ്പില് ഞാൻ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങനെ എപ്പോൾ വിളിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങയുടെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കാവുന്ന ദൈവത്തോട് ഞാനൊരു ഉടമ്പടി ചെയ്യുവാനിടയായി. രാത്രി കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ഞാൻ എന്റെ കൂട്ടത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോ ഹസ്ബൻഡോ ഒന്നും ഇത് അറിയുന്നില്ല. രാവിലെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ദൈവിക ഇടപെടലുണ്ടായി, നമുക്ക് ദൈവവേലയ്ക്കായിട്ട് ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞു. ദൈവവേലയ്ക്ക് ഉണ്ടായിരുന്ന എന്റെ ഹസ്ബൻഡ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, മേഴ്സി, ഇപ്പം നമ്മൾ ഇറങ്ങിയാല് നമ്മുടെ കുടുംബക്കാരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തും, 2 പെൺകുഞ്ഞുങ്ങള്, അവർ ഭാവി, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് എന്റെ ഈ കാലഘട്ടം, ഈ ജോലിയുടെ കാലാവധിയൊക്കെ തീർന്നിട്ട് നമുക്ക്, ഇപ്പൊ ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട്, അതിന്റെ ജോലിയുടെ കാലാവധിയൊക്കെ തീർന്നിട്ട് നമുക്ക് ദൈവവേല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഇതൊക്കെ ആകുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സ്ത്രീയാണല്ലോ, എനിക്ക് പരിധികളുണ്ട്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എങ്കിലും അന്ന് മുതൽ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വന്നു. എപ്പോഴും പ്രാർത്ഥിപ്പാനും ദൈവസ്ഥനെ കൂടുതൽ സമയം ചെലവഴിപ്പാനും ദൈവടിയായി. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നുപോയി. എന്റെ വിവാഹം കഴിഞ്ഞ് ഏകദേശം എന്റെ മൂത്ത മോളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു അസുഖം പിടിപെട്ടു, ബ്ലഡ് ഛർദ്ദിക്കുന്ന രോഗം. ആർക്കും അത് കണ്ടുപിടിക്കാൻ, എന്താ അസുഖം എന്നുള്ളത് ഒരു ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അനേക ഹോസ്പിറ്റലുകളിൽ താൻ മാറി ചികിത്സയ്ക്ക് വിധേയനാക്കപ്പെട്ടു. ആർമി ഹോസ്പിറ്റല്, നേവി ഹോസ്പിറ്റല്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്. പക്ഷെ രോഗങ്ങൾ കണ്ടുപിടിച്ചില്ല. ഒരാഴ്ചയിൽ ഏകദേശം 3-4 ദിവസം ശരീരത്തിലെ മുഴുവൻ ബ്ലഡും ഛർദ്ദിച്ചും കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും ഒക്കെ തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ജീവച്ഛവം പോലെ ആകും. വീണ്ടും ബോധം കെട്ട് ഏകദേശം 2-3 ദിവസങ്ങൾ ബോധമില്ലാതെ താൻ കിടക്കും. തന്റെ ശരീരത്തിലേക്ക് വീണ്ടും ബ്ലഡ് കയറ്റും. അങ്ങനെ പിന്നെയും ജീവൻ പ്രാപിക്കുക. അങ്ങനായി. അന്ന് എന്റെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ താൻ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ടെലഗ്രാം വന്നു. ഞാനും എന്റെ മാതാവും കൂടെ എന്റെ ഹസ്ബൻഡിനെ കാണാൻ പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ മാറ്റി നിർത്തി. ഞാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഷോക്ക് കേൾക്കുന്നുണ്ട്, കാരണം നിങ്ങളിപ്പോ നിങ്ങളുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഒരു തയ്യാറെടുപ്പിനായിട്ട് ഒരുക്കുകയാണ്. കാരണം നിങ്ങളുടെ ഹസ്ബൻഡിന് ഞാൻ 1,00,000-ൽ 1-2 പേർക്ക് കാണുന്ന ഒരു രോഗമാണ് പിടിപെട്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവർക്കുള്ള ആയുസ് എന്ന് പറഞ്ഞാൽ കൂടി വന്ന 6 മാസം, അതിനപ്പുറമായിട്ട് ഇവർ പോകത്തില്ല. അവിടെ നിങ്ങൾ തയ്യാറെടുത്തോണം എന്ന് പറഞ്ഞു. എനിക്കപ്പോഴും ഞാനിങ്ങനെ നിൽക്കുക. എനിക്ക് തോന്നുന്ന ദൈവം എനിക്ക് സഡേഷൻ തന്നപോലെ നിർത്തിയിരിക്കുക. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങനെ നിന്ന് കുറെ നേരം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിന്നു. ഞാൻ തിരിച്ചു വന്നു. എന്നാൽ നീണ്ട വർഷങ്ങൾ, ഏകദേശം 2.5 വർഷങ്ങൾ താൻ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ എന്റെ മകളെയുമായിട്ട്, ജനിച്ച പിഞ്ചു കുഞ്ഞിനെയുമായിട്ട് ഹോസ്പിറ്റലുകൾ കാണാൻ പോയിട്ടുണ്ട്. എന്നും ഞങ്ങളുടെ വീട്ടിൽ ടെലഗ്രാമാണ്, ഡേഞ്ചറസ് ലിസ്റ്റ്, അങ്ങനെ പല സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഇങ്ങനെ പല ടെലഗ്രാമുകൾ വന്നുകൊണ്ടേയിരുന്നു. സ്വസ്ഥതകൾ നശിക്കപ്പെട്ടു. എന്തിനാണ് ജീവിതം എന്നൊക്കെ ചിന്തിച്ചൊരു സമയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പരിപൂർണമായ സൗഖ്യം എന്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഇന്ന് നീണ്ട വർഷങ്ങൾ, ഏകദേശം 36 വർഷമാകുന്നു. ദൈവം ജീവനോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ദൈവം നിലനിർത്തിയിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ കുടുംബമായിട്ട് താമസിക്കാനും ഇങ്ങനെ അഹമ്മദാബാദ് കടന്നു വന്നതും. അതിനുശേഷം ഞങ്ങൾക്ക് അവിടുന്ന് അഹമ്മദാബാദ് വെച്ച് തന്നെ 3ാമത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞാണ്. അപ്പൊ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ദൈവം വീണ്ടും ഒരെണ്ണം കൊടുക്കും. കാരണം ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടേതായ അനുഭവത്തിൽ പറയുമ്പോൾ നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നമ്മുടെ വഴികളെക്കാളും വിചാരങ്ങളെക്കാളും ആഴമേറി, അല്ലെങ്കിൽ മനുഷ്യർക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തതുള്ള വഴികളും വിചാരങ്ങളും ആ ദൈവത്തിൻ്റെത്. അങ്ങനെ 3ാമത് പെൺകുഞ്ഞായി ഞങ്ങൾ അവിടുന്ന് വീണ്ടും പഠാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നു ചെന്നു. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിച്ചില്ല. ഞാൻ വളരെ രോഗിയായി തീർന്നു. എന്റെ രോഗം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ്, ആയുർവേദം, ഹോമിയോ എല്ലാം ചെയ്തു. പല പ്രാവശ്യം ഞാൻ എന്റെ ബോധം നശിച്ച് താഴെ വീഴും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതും എനിക്ക് രോഗം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് പറ്റുന്നില്ല. പലതും മാറി ചെയ്യാൻ ചികിത്സകൾ ചെയ്തു. എല്ലാം നിഷ്ഫലമായി.
അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ മരണം അടുത്തെത്തിയിരിക്കുക. പലപ്പോഴും മരണഭീതി എന്നെ പിടിച്ചു. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഞാൻ മരണഭീതിയോട് നടക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. ലാസ്റ്റ് എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു, നാട്ടിൽ വരാം. അവിടെ കിടന്ന ആരും ഇല്ലല്ലോ, നാട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടിട്ട് മരിക്കണം. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് കടന്നു നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ഭയമുള്ള ഒരു വ്യക്തിയാ, എനിക്ക് മനുഷ്യരെ അഭിമുഖീകരിക്കാൻ ഭയമാണ്, സമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഭയം, അങ്ങനെ വളരെ ഭയമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഹസ്ബൻഡ് എന്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ എങ്ങനെ നാട്ടിൽ പോയി ജീവിക്കുന്നത്? നിനക്ക് ഇപ്പൊ തന്നെ ഞാനെല്ലാം വാങ്ങിച്ച് വീട്ടിൽ തരണം, എല്ലാം ചെയ്തെങ്കിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, നീ എങ്ങനെ നാട്ടിൽ പോയി ജീവിക്കും? 3 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യം ഒന്നാമത് നിനക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് എല്ലാവരെയും കാണണം, എന്റെ മരണം എടുത്തു മരിക്കണം. എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ എന്റെ ഹസ്ബൻഡ് എന്നെ നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ മക്കളെല്ലാം പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലായതുകൊണ്ട് അവർക്ക് മലയാളം അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്നുപെട്ട ഒരു സ്ഥലമാണ് ആലുവ എന്ന് പറയുന്നത്. അങ്ങനെ മക്കളെ സ്കൂളിലൊക്കെ ചേർത്തു. ഞാൻ ഏകദേശം ചില മാസങ്ങൾ റൂമെല്ലാം അടച്ചിട്ട് കരയുമായിരുന്നു. എനിക്ക് മനുഷ്യനെ അഭിമുഖീകരിക്കാൻ പേടിയാ, കടയിൽ പോകാൻ ഭയം, എല്ലാത്തിനും ഭയമാ. എന്ത് ചെയ്യണം, ഉള്ളതൊക്കെ ഭക്ഷിച്ച് വീട്ടിനകത്ത് എത്രയും ഒതുങ്ങിയിരിക്കുക, അങ്ങനെ ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ഭയം എല്ലാം മാറ്റിയിട്ട് ഇറങ്ങി നടക്കാനും ഇറങ്ങി കടയിലൊക്കെ പോകാനുള്ള ഒരു ശക്തി ദൈവമേ പകർന്നു. എന്റെ അവസ്ഥ എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയത്തില്ല. ആൾക്കാർ എന്നെ കാണുമ്പോൾ തന്നെ ദൂരേന്ന് അവന്റെ കണ്ണ് കണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് മേഴ്സിയാണോ എന്ന് ചോദിച്ചു. അതുപോലെ പലരും എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഞാൻ മനുഷ്യരെ അഭിമുഖീകരിക്കാതെ മാറി 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 നടക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം അത്രയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേക്കോലോ എന്ന് പറയാം, അതുപോലെ ഞാനായി. എന്റെ നിറം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്താ പറയുന്നത്, ഞാൻ ഒത്തിരി അങ്ങ് മെലിഞ്ഞ് ഉണങ്ങിയ ഒരു അനുഭവമായിരുന്നു. എന്നാൽ ദൈവം എനിക്കൊരു വചനം തന്നായിരുന്നു. ആ വചനം വെച്ച് ഞാൻ ഏകദേശം 3 വർഷത്തോളം പ്രാർത്ഥിച്ചു. അവർ നിന്നെ ഭ്രഷ്ട് ചെയ്യുന്നു, ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ സിയോൻ എന്ന് വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൂരിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഹല്ലേലൂയ. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായി. ദൈവം കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോധം കെടും. പല സമയത്ത് ഞാൻ ബസ്സിലൊക്കെ പോകും. മറ്റേ നേരത്തെ ആണെങ്കിൽ ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ട്, ഇപ്പൊ ആരുമില്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് കുഞ്ഞുങ്ങൾ ചെറുതാണ്. അപ്പൊ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ വീഴാൻ പോകുന്നു. ഞാൻ ബസ്സിൽ നിന്നോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ താഴെ വീഴരുത്, താഴെ വീണാൽ അങ്ങയുടെ നാമം ദുഷിക്കപ്പെടും, മനുഷ്യരെല്ലാം അങ്ങനെ കളിയാക്കും, എന്നെ നീ താഴെ വീഴിക്കല്ലേ. നീണ്ട ദിവസങ്ങൾ ഞാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനിടയായി. ദൈവം എന്നെ സൗഖ്യമാക്കാനിടയായി. അങ്ങനെ ദൈവത്തോട് വീണ്ടും വീണ്ടും കൂടുതൽ അടുക്കാനുള്ളൊരു സാവകാശം എന്റെ ജീവിതത്തിലുണ്ടായി. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. വേറൊരു ഇതിലെ ആന്റിമാരും കാണും. ഞങ്ങൾ ഒന്നിച്ച് ഹോസ്പിറ്റലിൽ കടന്നു നിന്നിട്ട് രോഗികളെ കണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യും. ചിലപ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും, ചിലപ്പം സാമ്പത്തികമായിട്ട് അവർക്ക് മരുന്ന് മേടിക്കാനായിരിക്കും. ഇതെല്ലാം കൊടുത്ത് ഞങ്ങൾ ഇനി വരും. മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആന്റിമാരുമായിട്ട് ഞാനും കടന്നുപോയി ഇങ്ങനെ സുവിശേഷം, ചിലപ്പോൾ ഭവനങ്ങളിലായിരിക്കും കടന്നു പോകുന്നത്, സുവിശേഷം അറിയിച്ചു വരും. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സമയം ഇതുവരെയുള്ള ടൈം തീർന്നു, ഇനിയുള്ളത് നീ പൂർണ്ണമായിട്ട് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാനൊരു സ്ത്രീ, എന്നോട് സംസാരിച്ചാൽ എനിക്ക് പരിധികളുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് അങ്ങ് സംസാരിക്കേ, അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ എനിക്ക് ഇറങ്ങാമല്ലോ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എന്റെ സംസാരിക്കണം. ദൈവത്തിന്റെ ടൈം ആണെങ്കിൽ അദ്ദേഹവും റിസൈൻ ചെയ്ത് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഒരുങ്ങണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ ഏകദേശം എനിക്കൊന്ന് 3-ാം ദിവസമാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം നിന്നോട് പറയാ, നിനക്ക് അത് ഇഷ്ടപ്പെടുവോന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എന്ന് പറഞ്ഞു, ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ പോവുക. ഇത് ആർക്കും അറിയത്തില്ല, ഞാനും ദൈവമായിട്ടൊരു കാര്യമാണ്. എന്നോട് പറഞ്ഞു ജോലി റിസൈൻ ചെയ്യാൻ പോകും. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ താൻ ജോലി റിസൈൻ ചെയ്തു. ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഒരു ബൈബിൾ കോളേജിലെല്ലാം പഠിച്ചു. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ഇത് മുഴുവൻ കേരളത്തിൽ ഒരിക്കലും ദൈവവേല ചെയ്തില്ല. കാരണം കേരളത്തിൽ എവിടെ നോക്കിയാലും സഭകള്, എവിടെ നോക്കിയാലും ദൈവദാസന്മാര്. അതുകൊണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി ദൈവവേല ചെയ്യാം. അങ്ങനെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം. അപ്പൊ പല ദൈവദാസന്മാര് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലല്ല, ഈ ദേശത്തൊരു വേലയുണ്ട്, ആ വേല നിങ്ങൾ ചെയ്യണം. ഞാൻ അതിനെല്ലാം അവഗണിച്ചു. വേണ്ട, അത് ഞാൻ ചെയ്യത്തില്ല. കാരണം ഇവിടെ എത്രയോ പാസ്റ്റർമാരുണ്ട്, എത്രയോ സഭകളുണ്ട്, മുക്കിന് സഭകളുണ്ട്, ഇതിനിടയിൽ എന്തോ ദൈവവേല ചെയ്യാനാ. ഞാൻ അതിനെ അവഗണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മോളെ, നീ അനുസരണമാണ് യാഗത്തെക്കാളും വലിയത്. നീ അനുസരിച്ച് ഇവിടെ നിന്നാ മതി, യാഗം ചെയ്യാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണ്ട. ഇവിടെ നീ അനുസരിച്ചൊന്ന് നിൽക്കേ. ഞാൻ ആ വാക്കിന് മുമ്പിൽ അനുസരിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവ് എവിടെ നിൽക്കണം? എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ താമസിക്കുന്നിടത്ത് തന്നെ നിന്റെ വേല ചെയ്യണം. അവിടെ ഞങ്ങള് ദൈവവേല, ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിച്ചു. ആരംഭത്തിൽ മുതലേ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ. ചുറ്റും പല പള്ളികൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നത് ഞാനത് തുറന്നു പറയാൻ ഇതിൽ കൂടെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു. ചുരുക്കം പേരായിട്ട് ഞങ്ങളുടെ വീടിന്റെ
ഹോളിൽ ആരംഭിച്ച പ്രാർത്ഥനയാണ്. കൂടി വന്നാൽ ഒരു 10-15 പേര് കാണും. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ശക്തമായ എതിർപ്പുകൾ, ഞങ്ങളെ അടിക്കാൻ വരുന്ന അനുഭവങ്ങൾ, വീട് തുറന്നു വന്നിട്ട് അസഭ്യം പറയുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇവിടെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ സ്വന്തക്കാരില്ല, ഞങ്ങൾക്ക് പറയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ആരുമില്ല. ദൈവമേ, ഇവരുടെ ഇടയിൽ തന്നെ ഒരു പ്രമാണിയെ ഞങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴുണ്ട്, സൺഡേ രാവിലെ ഇവിടുത്തെ അവരുടെ ഇടയിലുള്ള ഒരു പ്രമാണി കയ്യിൽ വലിയൊരു വടിയുമായിട്ട് വന്ന് ഞങ്ങളുടെ വാതുക്കെ നിൽക്കുക. വാതുക്കെ എന്ന് വെച്ച് പറഞ്ഞ് ഇവരെ ആരെ ഉപദ്രവിക്കുന്ന അവരെ ഞാൻ അടിക്കും, അവരവിടെ പ്രാർത്ഥിക്കുക, അവരവിടെ പ്രാർത്ഥിക്കട്ടെ. എനിക്ക് അത്ഭുതം തോന്നി. എന്നാൽ ചില ദിവസങ്ങളിൽ, ചില മാസങ്ങൾ അദ്ദേഹം അത് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്നും എനിക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന ബുദ്ധിമുട്ടാണ്, കാരണം എന്റെ കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, പോലീസിൽ ഒന്ന് പരാതിപ്പെടുക, അപ്പൊ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരും, നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ലേ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാൻ താല്പര്യമില്ല, ഞങ്ങളുടെ പെറ്റീഷൻ മുഴുവൻ സ്വർഗത്തിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇന്ന് വരെയും ചെയ്ത ഉപകാരത്തിനെല്ലാം നന്ദി എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നു. വീണ്ടും ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യും എന്ന്. നീണ്ട 7 വർഷം ഞങ്ങൾ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങള്, വെല്ലുവിളികള്, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അസഭ്യങ്ങള്, ഒരു സ്ത്രീ കേൾക്കാൻ പറ്റുന്നതിന്റെ എന്താ പറയുന്ന, അതിന്റെ ആ എക്സ്ട്രീമായിട്ടുള്ള ആ അസഭ്യങ്ങൾ ഞാൻ കേട്ടു. വളരെ എന്താ പറയുന്നത്, സഭ്യമല്ല, അതൊരിക്കലും പറയാൻ പോലും പറ്റില്ല, ഞാൻ കേട്ടിട്ടില്ല അതൊന്നും. അതെല്ലാം ഞാൻ കേട്ടു. എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാര ഒഴുകിയല്ലാതെ ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരല്പം അടങ്ങിയെന്ന് തോന്നി. 2009 ഒന്ന് അടങ്ങി തോന്നിയിരുന്ന സമയത്ത് ഒരു ദിവസം ഈ ദൈവത്തിന്റെ ആത്മാവ് 2009 ആരംഭ മാസങ്ങളിൽ എന്നോട് പറഞ്ഞു, നീ സഹോദരിമാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യാൻ പറഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനു ഞാൻ ഈ സഹോദരിമാരെ എല്ലാം കൂട്ടി ഉപവാസം പ്രസിദ്ധം ചെയ്യുന്നത്? നീ ഉപവസിക്കാൻ തുടങ്ങി, ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എല്ലാ സഹോദരിമാരോടും പറഞ്ഞു, എല്ലാ സഹോദരി, അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കുണ്ട്. അവിടെയുള്ള സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാവിലെ 6 മണിക്ക് അവിടെ ചെന്നിട്ട് 7 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ആരാധന തുടങ്ങും. ഒരു 9:30 വരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ 10-10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ആരാധന. അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവരോടും പറഞ്ഞു വരാൻ. എല്ലാവരും കൂടെ വന്നു. ഞങ്ങൾ ഈ സ്ഥലത്ത്, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഹോളില് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അവരെന്നോട് ചോദിച്ചു, എന്താ ആന്റി ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന പെട്ടെന്ന് വെച്ച്? ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല, ദൈവം എന്നോട് പറഞ്ഞു വെക്കാൻ, ഞാൻ വെച്ചു, അത്രയേ ഉള്ളൂ. 12 മണിയായപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, സഭയ്ക്ക് എതിരായിട്ട് വൻ ഗൂഢാലോചന നടക്കുന്നു, അതിനെതിരായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, സഭയ്ക്കെതിരായിട്ട് വൻ ഗൂഢാലോചന നടക്കുന്നു, എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടു. സ്വപ്നങ്ങളെല്ലാം കാണുന്നത് വലിയ പ്രതികൂലം വരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ 7 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിനപ്പുറമായിട്ട് എന്തോ പ്രതികൂലം വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ 168 പേർ ഒപ്പിട്ട മാസ് പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി. 168 പേർ ഒപ്പിട്ട പെറ്റീഷൻ പഞ്ചായത്തിലും പോയി. ദേശം മുഴുവൻ ഇളകി. ആരാധന, ഇനി ഇവിടെ ഒരു ആരാധന നടക്കത്തില്ലെന്ന് അവര് തീർച്ചയാക്കി. അങ്ങനെ വരുന്നവരെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. വരുന്നവരെല്ലാം ഒരു വഴി അവരെ അടിച്ച് വേറൊരു വഴിയായിട്ട് വിടും. 4 സ്ഥലങ്ങളിൽ, 4 ചുറ്റും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴിയുണ്ട്. അവിടെ എല്ലാം ആളുകളായി വരുന്നവരെല്ലാം തടയാൻ തുടങ്ങി. പക്ഷെ കുറച്ച് വിശ്വാസികളെ ഉള്ളെങ്കിലും അവർ വളരെ തീഷ്ണതയുള്ളവരായിരുന്നു. അവർ ഈ അടിയൊക്കെ കിട്ടുമെങ്കിൽ അവർ തിരിച്ചു വരും. അങ്ങനെയായി പറഞ്ഞു, ഇനി ഇവിടെ ആരാധന നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന ഒരു ഞായറാഴ്ച രാവിലെയായി. പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, 7 ദിവസങ്ങൾക്കുള്ളിൽ 7-ാം ദിവസം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ്, 7-ാം ദിവസം എന്താ പ്രവൃത്തി? ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ദൈവമേ, എന്ത് ചെയ്യണം? പോലീസിൽ പരാതിപ്പെടുവാൻ ഞങ്ങൾക്ക് ഒക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല, മന്ത്രിസ്ഥാനത്തുള്ളവരെ അറിയത്തില്ല, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഇതിന്റെ മെയിനായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രമുഖരെയൊക്കെ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾക്കൊന്ന് ആരാധന സ്വാതന്ത്ര്യം തന്നാൽ മതി, അല്ല വേറൊന്നും വേണ്ട. അവരെല്ലാം നിസ്സഹായാവസ്ഥ അവരുടെ പ്രകടിപ്പിച്ചു. ഇനി എവിടോട്ട് പോകും? ഞങ്ങൾ പ്രാർത്ഥിക്കുക, യാതൊരു നിർവാഹമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വാ, എന്റെ അടുക്ക് വാ, ഒരു പെറ്റീഷനൊക്കെ എഴുതിക്കൊണ്ട് വാ, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന വേറൊരു ദേവദാസൻ മുഖേനയാ പറഞ്ഞത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് പെറ്റീഷൻ എല്ലാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മോളെ, മനുഷ്യന്റെ ജ്ഞാനം ദൈവത്തിന് മുമ്പിൽ നിന്ദ്യമാ, നീ ഈ പെറ്റീഷൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ പെറ്റീഷൻ എല്ലാം കൂടെ ചുരുട്ടി. ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, അച്ഛാ, ഈ പെറ്റീഷൻ കൊടുക്കണ്ട, ദൈവം എന്നോട് പറയുന്നത് കൊടുക്കരുതെന്ന് പറഞ്ഞു. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ പറഞ്ഞേ, അദ്ദേഹത്തിന് ഞാൻ എന്താ മറുപടി വിടുക? ഞാൻ പറഞ്ഞു, ഇല്ല, തരത്തില്ലെന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പറയും, എനിക്കറിയില്ല. പറഞ്ഞുതരാം, തരത്തില്ല. നമ്മൾ മരിക്കാനാണെന്ന് യോഗമെങ്കിൽ അത് നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, സാറേ,
ഞങ്ങളെ ദൈവാത്മ സമ്മതിക്കുന്നില്ല പെറ്റീഷൻ തരാൻ. അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങൾ അടിയും കൊണ്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും. അപ്പൊ 7-ാം ദിവസം ഒരു വിടുതൽ പറഞ്ഞു. 1-ാം ദിവസം മുതൽ ദൈവം ഓരോ വചനം എന്റെ വായിൽ തന്നു. എന്നോട് പറഞ്ഞു, നീ ജനൽ തുറന്നിട്ട് ആ വചനം ദേശത്തോട് വിളിച്ചു പറയണം. ഒരു പൊട്ടിയെ പോലെ എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ജനൽ ഞങ്ങളുടെ ബെഡ്റൂമിന്റെ ജനൽ തുറന്നിട്ട് ദേശത്തോട് വിളിച്ചു പറഞ്ഞു. 1-ാം ദിവസം ദൈവം എനിക്ക് തന്ന വചനം എന്ന് പറയുന്നത് പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം. അതിനെ അവൻ അരുളി ചെയ്തെന്നാൽ, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഈ വചനം എനിക്ക് തന്നു. ഞാൻ ഈ വചനം ജനൽ തുറന്ന് വിളിച്ചു പറഞ്ഞു. 2-ാം ദിവസം എന്നോട് പറഞ്ഞു, സങ്കീർത്തനം 46:10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുക, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, ഞാൻ ജാതികളുടെ ഉന്നതനാകും. ഞാൻ ആ വചനവും വിളിച്ചു പറഞ്ഞു. പിന്നീട് സക്കറിയ പുറത്തിന് ഒരു വചനം ദൈവം തന്നു. സെരുബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപുരുതമേ, നീ സമഭൂമിയായി തീരും, നിനക്ക് കൃപ എന്ന ആർപ്പോട് ആണിക്കല് കയറ്റും. അത് ഞാൻ വിളിച്ചു പറഞ്ഞു. വീണ്ടും അടുത്ത ദിവസം ദൈവത്തിന് ആത്മ പറഞ്ഞു, ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായിട്ട് എന്റെ ആലയത്തിന് ചുറ്റും പാളയം ഇറങ്ങും. ഇനി ഒരു പീഡകനും അതിൽ കൂടെ കടക്കുകയില്ല. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യമാണ്. ഇങ്ങനെ ഓരോ വചനങ്ങൾ, അതുപോലെ ദിനവൃത്താന്ത പുസ്തകം, ഇങ്ങനെ പല വചനങ്ങൾ തന്നു. ഈ വചനങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. 7-ാം ദിവസമായ സൺഡേ ആണ്. രാവിലെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരെ ഒരു ഔട്ട്സ്റ്റേഷൻ വർക്കുണ്ട്, രാവിലെ പോകണം. അപ്പൊ രാവിലെ ഞാൻ വരുന്നവർക്കെല്ലാം ഫുഡൊക്കെ തയ്യാറാക്കിയിട്ട് രാവിലെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ രാവിലെ എന്നോട് പറഞ്ഞു, മേഴ്സി നീ ഇന്ന് വരണ്ട, കാരണം ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ചില ദിവസങ്ങളായി പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുക. അപ്പൊ നീ വരണ്ട, കാരണം വരുന്നവരെല്ലാം പുതിയ വിശ്വാസികളാ, അവരെ വല്ലതൊക്കെ ചെയ്ത് അതിന് നമ്മൾ ഉത്തരവാദിത്തം പറയണം. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനും കുഞ്ഞുങ്ങളെ വീട്ടിൽ നിൽക്കുക. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ ഒരാൾ എന്റെ അടുത്ത് രാവിലെ കടന്നു. അദ്ദേഹം നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ കടന്നു വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടൻ എന്തിയെ? ഞാൻ പറഞ്ഞു, ചേട്ടൻ പ്രയറിന് പോയേക്കും. എപ്പോ വരും? ഞാൻ പറഞ്ഞു, കുറച്ച് സമയം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ വഷളാകുക. ഞാൻ അകത്തെ റൂമിലേക്ക് കടന്നു നിന്നിട്ട് മുഴങ്കാലം നിന്നിട്ട് പറഞ്ഞു, കർത്താവെ, സഹായിപ്പാൻ ഈ ലോകത്തിൽ ആരും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, റെക്കമെൻഡ് ചെയ്യാനും ആരുമില്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണം എന്നും എന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ, ദേശം ദൈവത്തിന്റെ മഹത്വം കാണണം, ദേശം ദൈവത്തിന്റെ പ്രവൃത്തി കാണണം. പക്ഷെ എന്താ അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഏകദേശം 9:30 ആയപ്പോൾ വിശ്വാസികൾ കടന്നു വരാൻ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഓരോ വിശ്വാസികളെ ഇവരെ വടിയെടുത്തോണ്ട് വന്ന് അടിച്ചിട്ട് ഓരോ ഓട്ടോകളിലൊക്കെ കയറ്റി വിടും. ഓരോരുത്തരെ ഉന്തി കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ ബാ, നമുക്കൂടെ ഇറങ്ങിച്ചെല്ലാം. അപ്പൊ മക്കള് അവര് വളരെ ധൈര്യമുള്ളവരാണ്. അവരെന്നോട് ഇറങ്ങി മേലോട്ട് ചെന്നപ്പോൾ തന്നെ ആ ദേശനിവാസികൾ പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ചേച്ചി ഇതിനകത്ത് ഞങ്ങൾ കയറ്റത്തില്ല, ചേച്ചി ഞങ്ങൾ ഒന്നും ചെയ്യത്തുമില്ല, നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ വരുന്നവരെല്ലാം ഞങ്ങൾ അടിക്കും, കൊല്ലുമെങ്കിൽ കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അന്നേരം അവരോട് പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അവരൊരു ആശ്വാസത്തിന് വേണ്ടി വരുന്നവരാ. നിങ്ങൾ ഞങ്ങളെ അടിച്ചോ, ഞങ്ങളെ കൊന്നോ, എന്ത് വേണേലും ചെയ്തു, പക്ഷേ അവരെ ഒന്നും ചെയ്യരുത്, അവരെ വെറുതെ വിടുക, അവർ പാവങ്ങളാ ഇങ്ങനെ പറഞ്ഞു. ഇല്ലല്ലേ ചേച്ചി, നിങ്ങളുമായിട്ട് ചേച്ചി ഇതിനകത്ത് വരില്ലെന്ന് പറഞ്ഞാൽ അവരൊരു എന്താ പറയുന്നത്, കൈകൾ കോർത്തു പിടിച്ചൊരു ഇതുപോലെ ചങ്ങല പോലെ നിൽക്കുക. ഇങ്ങനെ നിന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വന്നവരോടെല്ലാം അവരിങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയം ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും മക്കളും അതിനകത്തോട് നോന്ന് ഈ വിശ്വാസികളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഓരോന്ന്. അപ്പൊ ചേച്ചി ഇന്നലെ ഇവിടെ വന്ന് ഇതാണ് ഭയങ്കര പ്രശ്നങ്ങളായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ വന്ന വിശ്വാസികളെല്ലാം ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനവും ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയമായപ്പോ ഞാനും ഇങ്ങനെ പറഞ്ഞു, ഇവര് പാവങ്ങളെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ലേ, ഞങ്ങൾ മൈക്കേട്ടി പ്രാർത്ഥിക്കുന്നില്ല, ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ 10-20 പേർ കൂടി റൂമെല്ലാം അടച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങളെ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഈ സമയം ഒരു വയോധികനായ മനുഷ്യന് ചോടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കഴുത്തിന് കയറി പിടിക്കാനായിട്ട് വരുവാ. ഈ സമയത്ത് എനിക്ക് അന്നേരമൊക്കെ ദൈവം ഒരു വലിയ ഇത് പലവട്ടമായി ആ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുവോ. ദേശനിവാസികളെല്ലാം ഈ വീടിന്റെ ഒക്കെ മേളില് ഭയപ്പാടോടെ നോക്കി, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ പിടിക്കാൻ കടന്നു വന്നപ്പോഴത്തേക്കും ഇവരെല്ലാം പേടിച്ചു. ഈ വീടിന്റെ മുകളിൽ നിൽക്കുന്നവരെല്ലാം ഭയപ്പെട്ട് നിൽക്കുക. അവരെന്നോട് പിന്നീട് പറഞ്ഞു, ഞങ്ങളെല്ലാം ഭയപ്പെട്ടു പോയെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ദൈവം എന്തോ ഒരു ധൈര്യം തന്നു. ഞാൻ വീണ്ടും ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയം തന്നെ അതിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ആ ചേച്ചി ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞു മാറ്റി. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എന്നോട് ഈ അടിക്കാൻ വന്ന
ഈ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിൽ നിന്നൊന്നും പിന്മാറത്തില്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇവിടെ ആരാധിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ആരും ദ്രോഹമൊന്നും ചെയ്തില്ല, പക്ഷെ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു പറഞ്ഞു. എന്നാ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല, ഞങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാ, വിളിക്കടാന്ന് പറഞ്ഞു. ഈ സമയത്ത് എന്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ഒരു ഭയം കടന്നുപോയി. ഞാനെങ്കിൽ ചിന്തിച്ച് ദൈവം, എന്റെ ഹസ്ബൻഡ് ഇല്ല, ആരുമില്ല, കുറച്ചുപേര് വിരലിൽ എണ്ണാവുന്ന ചില വിശ്വാസികൾ മാത്രം, ആരും സഹായത്തിനില്ല, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ഭയം കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാനോട് പറഞ്ഞു, ധൈര്യമായിട്ട് നീ നിന്നോണം, നിന്റെ ഉള്ളിലെ ഭയം നിന്റെ മുഖത്ത് നീ കാണിക്കല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ജീപ്പുകളിലും വാനുകളിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഈ കാക്ക കൂട്ടം കൂടുന്ന പോലെ കടന്നു വരുന്നു. ഞാൻ ഭയപ്പെട്ടു, എന്റെ ഉള്ളിലുണ്ട്. എങ്കിലും ഞാൻ മുഖത്ത് അതൊന്നും കാണിക്കാതെ സ്തോത്രം ഇങ്ങനെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇവര് കടന്നു വന്ന ഏകദേശം ഒരു 50 മീറ്റർ എന്ന് പറയാം, എന്നെ കാണുന്ന ദൂരത്തിൽ കടന്നു വന്നപ്പോ ഇവരെല്ലാം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചിയാണോ? ഈ ചേച്ചിയെ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇവരെയൊന്നും അറിയാത്തവരാ. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് ഇതെന്തുവാ? ഞാനിങ്ങനെ ചിന്തിച്ചു, ഗതസമന തോട്ടത്തിലെ യേശുവിനെ പിടിക്കാനായി കടന്നു വന്നപ്പോൾ അവർ പിൻവാങ്ങി വീണു പോയെന്ന് പറഞ്ഞില്ല, അതുപോലെ വല്ല ആണോ ഇത്? പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ഞാനിവിടെ ഫ്രീ ആയിട്ട് ഒത്തിരി സ്ത്രീകളെ തയ്യൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം. അവരവരുടെ വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ ചേച്ചി നല്ലൊരു ചേച്ചി അവിടെ ഉള്ളത്, നല്ലതായിട്ട് ഞങ്ങളോട് ഇടപെടുന്നു, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നൊക്കെ. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഇവര് ചെന്നിട്ട് ഭവനങ്ങളിൽ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ ആരും ആ ചേച്ചിയോ ആ കുടുംബത്തെ ഉപദ്രവിക്കാൻ പോകരുത്, അവരെ ഉപദ്രവിച്ച ശാപം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരാ. ഇവരെ അറിയാതെ, ഇവരെന്തിനാ വിളിച്ചെന്നൊന്നും അറിയാതെ ഒരു കൂട്ടം ജനം വന്നത്. ഇവർ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം, അവരങ്ങ് മാറി നിന്നു. പക്ഷേ ഇവര് വിളിച്ചതിൽ ഒരു ഗുണ്ട, ഭയങ്കര അവര് കഞ്ചാവൊക്കെ അടിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞു ഇവിടെ പ്രാർത്ഥന തുടങ്ങാൻ? ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞു. ധൈര്യമായിട്ടാ പറഞ്ഞു കേട്ടോ, അവിടെ ഭയമൊന്നും അന്ന് നമ്മുടെ ഒരു ഇതല്ല. ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാനെന്ന്. പക്ഷെ ദൈവം എനിക്ക് അന്നേരം ഒരു ധൈര്യം തന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മ നമ്മുടെ നാവിൽ തരുമെന്ന് പറഞ്ഞത്. ദൈവം അപ്പം നമ്മളെ അങ്ങ് ബലപ്പെടുത്തി. എത്ര ഭയമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവം അവിടെ നമുക്ക് കഴിവും ശക്തിയും ബലവും എല്ലാം പകർന്നു തരും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ മനുഷ്യൻ സ്വർഗത്തിലെ ദൈവം എന്താ ഞങ്ങളോട് പറയാത്തത്? ഞാൻ പറഞ്ഞ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാ പറഞ്ഞു. ഈ മനുഷ്യൻ ഈ ചോട് എന്തോടി നീ പറഞ്ഞത്? ഞങ്ങൾക്ക് ഹൃദയശുദ്ധി ഇല്ലെന്നാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും. അപ്പോഴത്തേനും മറ്റുള്ളവരെല്ലാം വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു, ആ ചേച്ചി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് മാറ്റുക. അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഞങ്ങളുടെ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഭയങ്കര പ്രശ്നങ്ങളെ ഞങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് അതിൽ നിന്ന് ഒരു ഗുണ്ട, അദ്ദേഹവും നല്ല കഞ്ചാവ് അടിച്ച് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് അങ്ങ് വയ്യ താഴോട്ടങ്ങ് ഇരുന്നിട്ട് കൈ കൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്ന് നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞതെല്ലാം ആരാധനയായിട്ട് സ്വർഗത്തിലേക്ക് ചെന്നിട്ടുണ്ട്. വേറെ വിജാതീയനായ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോണം. അദ്ദേഹം പറയുകയാണ്, ആരാധനയായിട്ട് സ്വർഗത്തിലേക്ക് ചെന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോണം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളെല്ലാം കുറെ നേരമായി ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാൻ നിൽക്കുകയല്ലേ, ഇവരെ ചിലപ്പോൾ ഉപദ്രവിച്ചേക്കാം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് നിങ്ങൾ മാറിപ്പോ, നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇവിടെ ആരാധന നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ബിലിയാമിന്റെ കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചല്ലോ, ചിലപ്പോൾ ഈ മനുഷ്യനിൽ കൂടെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം, ഞങ്ങൾ ഇന്നത്തേക്ക് പിരിയുക, പക്ഷെ ഞങ്ങൾ അടുത്ത ആഴ്ച ആരാധിക്കും. ഞങ്ങളുടെ കഥകളെല്ലാം തുറന്നു കിടക്കുക, നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് കൊല്ലാം, മനസ്സിലായി, അടിക്കാം, എന്ത് ചെയ്തു, പക്ഷേ ഞങ്ങളുടെ ആരാധന ഞങ്ങൾ നിർത്തത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നിന്നു. അന്ന് വന്നവരെ എല്ലാം അടിച്ചു. ഈ സമയത്ത് തന്നെ എല്ലാവരെയും അടിച്ചു. എനിക്ക് ഒത്തിരി വിഷമമായി. ആ ടൈമിൽ തന്നെ ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡിനെ ഞങ്ങളുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, മാറ്റി നിർത്തിയേക്കുക. കുറെ പേര് കൂടി നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കുക. എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും അടിച്ചു. എനിക്ക് ഒത്തിരി വേദന തോന്നി. ഞങ്ങൾ താഴോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു, മേഴ്സി, 7-ാം ദിവസവും ദൈവം ഒരു വിടുതൽ തരുമെന്ന് പറഞ്ഞിട്ട് 7-ാം ദിവസവും അടിയാണല്ലോ എല്ലാവർക്കും കിട്ടിയത്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, 7-ാം ദിവസം തീർന്നിട്ടില്ല, രാത്രി 12 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, 7-ാം ദിവസം തീർന്നിട്ടില്ല വാച്ചയാ, രാത്രി 12 മണി വരെ ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങൾ ദിവസങ്ങളായി വല്ലതും കഴിക്കാൻ ഒക്കുന്നില്ല, പലപ്പോഴും ഉണ്ടാക്കുന്നതെല്ലാം എടുത്ത് കളയുക, കാരണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എല്ലായിടത്തും ഭീതിയാ. പലരും വിളിച്ചു പറഞ്ഞ് ദേശം വിട്ടുപോകും, അവിടെ നിൽക്കില്ല നിങ്ങള്. പലരും എല്ലായിടത്തു നിന്നും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും നിരുത്സാഹപ്പെടുത്തുന്ന ദർശനങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഞങ്ങളെ ഒരു മനുഷ്യൻ പോലും ഞങ്ങളുടെ എരിഹോ മതിൽ അടച്ച് എന്താ
ഇസ്രായേൽ മക്കൾ അകത്തും വരത്തില്ല, പുറത്തും പോകാൻ വയ്യാത്ത പോലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. കാരണം എപ്പോ വേണേലും ഞങ്ങൾ കൊല്ലപ്പെടാം, എപ്പോ വേണേ ഞങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആര് ഞങ്ങളെ സഹായിക്കാൻ വരുന്നു അവരെല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോവുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങൾ കർത്താവ് പറഞ്ഞിട്ടാണ് ഇവിടെ വേല തുടങ്ങിയത്, അങ്ങനെയെങ്കിൽ ദൈവമേ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ നിർത്താൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം എനിക്ക് തോന്നുന്നു 9:30-9:45 ഒരു കോളിംഗ് ബെല്ല്. സത്യം പറഞ്ഞ ഈ കോളിംഗ് ബെല്ല് എന്റെ ഹൃദയത്തിനുള്ളൊരു വാള് കയറ്റുന്ന പോലെ. കാരണം ചുറ്റും ഇരുട്ട്, അന്ന് ഇവിടെ വീടുകളില്ല, കാടാണ്, ഞങ്ങൾക്കൊരു ചുറ്റും അതിലൊന്നുമില്ല, ഒരു ചെറിയ വീടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചാടി ഞെട്ടി ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഓടിപ്പോയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ, ഞാൻ ഈ വചനം വിളിച്ചു പറഞ്ഞ ജനലുണ്ടല്ലോ, അതിൽ കൂടെ തന്നെ ഞാൻ നോക്കിയപ്പോൾ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, കറുത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. അതേ സ്പീഡിൽ ഞാൻ ഇതിന്റെ ജനൽ അടച്ചിട്ട് ഓടി വന്നിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ആരോ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്തിനാ നീ എന്താ സംസാരിക്കാൻ? ഞാൻ പറഞ്ഞു, എനിക്ക് ഭയമാണ്, കാരണം രാത്രിയാണല്ലോ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ക്രൈം ബ്രാഞ്ചിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇവിടെ നിന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി, ഇവിടെ എന്തോ ഒരു കലാപം നടക്കുന്നതായിട്ട്, അതിനെ അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ബാച്ചാണ് ഹസ്ബൻഡ് കഥ തുറന്ന് അകത്ത് കയറ്റിയിരുത്തി ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട, എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ള നിങ്ങളൊരു പരാതി എഴുതി തരാൻ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ പരാതി തരത്തില്ല, ഞങ്ങളുടെ പരാതി മുഴുവൻ സ്വർഗത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സംഭവങ്ങളൊക്കെ നടന്നു എന്നുള്ള സത്യമാണ്, പക്ഷെ ഞങ്ങൾ അതിനെതിരെ ഒരു പരാതിയും കൊടുക്കത്തില്ല, കാരണം ഞങ്ങളുടെ അയൽവാസികളെ സ്നേഹിക്കാൻ ദൈവം പറയുമ്പോൾ അവർക്കെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം അപ്പോഴത്തേക്ക് പറഞ്ഞു, ഒക്കത്തില്ല, നിങ്ങൾ പരാതി എഴുതി തന്നേ ഒക്കത്തുള്ളൂ. ആ ടൈമിൽ തന്നെ IG, DYSP അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിക്കാനിടയായി. അദ്ദേഹം അവരോടെല്ലാം പറയും, സാറേ ഇവരെന്ത് ചെയ്താൽ, ഇവിടെ സംഭവങ്ങൾ നടന്നു, സ്ഥിതികളെല്ലാം വഷളാണ്, അതൊക്കെ സത്യമാണെങ്കിൽ പോലും ഇവരെന്തുകൊണ്ടോ ഇവര് പെറ്റീഷൻ എഴുതി തരത്ത്, ഇവർ പറയുന്നത് പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് പറയുന്നതെന്ന്. അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, അവർക്കെതിരെ നിങ്ങളൊരു പെറ്റീഷൻ എഴുതാൻ പറഞ്ഞു, അവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ പെറ്റീഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാനാണ് പറഞ്ഞേക്കുന്നതെന്ന്. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എഴുതി, ഇവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നടന്നു, പക്ഷെ ഞങ്ങൾക്ക് അവരോട് ഒരു പരാതിയില്ല, ഞങ്ങൾക്ക് കേവലം പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ മാത്രം മതിയെന്ന് എഴുതിയിട്ട് ഒരു പെറ്റീഷൻ, അല്ല വേറൊന്നുമില്ല. ഈ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഇതേ ജനൽ പോയി വീണ്ടും തുറന്നു നോക്കുമ്പോൾ ഞങ്ങളുടെ മതിലിനെ പുറത്തായിട്ട് ജനം കൂട്ടമായി നിൽക്കുക. എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഭയം വന്നിട്ട് അതേ സ്പീഡിൽ ഞാൻ വീണ്ടും ജനലടച്ചു. ഓടി വന്നിട്ട് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, സാറേ, വീടിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുക. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ ഓർത്ത് ഭയപ്പെടല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ ദേശത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി. പിന്നെ അദ്ദേഹത്തോട് അവരെല്ലാം സംസാരിച്ചു. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഇങ്ങനെ എന്റെ ഹസ്ബൻഡിനെ കുറച്ചുപേരെ എല്ലാം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പിറ്റേ ദിവസം പോവുക. ഞാൻ മാത്രം വീട്ടിൽ, കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി. ഞാൻ പറഞ്ഞില്ല, പോലീസുകാരെ എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ വിട്ട് ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലും കടന്നുപോയി. ഞാൻ നോക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം പോലീസുകാര്. എനിക്ക് ഞാൻ ഈ ഗ്രില്ലയിലൊക്കെ പിടിച്ച് എന്റെ കൈയൊക്കെ വിറയ്ക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് മനസ്സിലായി ഞാൻ ഭയത്തിലാന്ന്. അവരെന്നോട് പറഞ്ഞു, മാഡം, നിങ്ങളൊന്നും ഓർത്ത് ഭയപ്പെടണ്ട, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ദേശത്തുണ്ട്, എനിക്ക് ഇവിടെ സംഭവിച്ചൊക്കെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? പക്ഷെ എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു ഭയം, എന്താ സംഭവിക്കുക, കാരണം ഒരു ഇടത്തുനിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ പിടിച്ച് അവരോട് എന്തൊക്കെയാ സാന്ന് അവർക്ക് മനസ്സിലായി. കൂടുതൽ സംസാരിച്ചാൽ ഈ സ്ത്രീ താഴെ വീഴും. ഇവരങ്ങ് തിരിച്ചു പോയിട്ട് അയൽവക്കത്തെല്ലാം സംസാരിച്ചു. അവരോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെറുതെ ഉണ്ടാക്കിയ, കാരണം പിന്നെ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ എന്ന് പറയുന്നത് അനാശാസ്യം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അനേകർ വരുന്നുണ്ട്, അനാശാസ്യം നടക്കുന്നുള്ള. പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുത്തില്ല, കാരണം അത് കൊടുത്താൽ അവർക്ക് കേസ്, അതുകൊണ്ട് അത് കൊടുത്തില്ല. അപ്പം ഇവരിങ്ങനെ അന്വേഷിച്ചപ്പം അടുത്ത 2-3 ഫാമിലീസ് ഉണ്ട്. അവരെല്ലാം പറഞ്ഞു, സാറേ, അവർ നല്ല മാന്യരായിട്ട് ജീവിക്കുന്നവരാണ്, ഇതെന്തോ അറിയത്തില്ല എന്താ പ്രശ്നം എന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ട് പറഞ്ഞു, മാഡം, നിങ്ങൾ വിഷമിക്കണം, നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർ തന്നത്, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. ഒരു 11:30 ആയപ്പോൾ അടുത്ത കോളിംഗ് ബെല്ല്. ഞാനിങ്ങനെ ഭയത്തോടെ ഒന്ന് ചിന്തിക്കണം, ഒരു സ്ത്രീ തന്നെ ഒരു വീട്ടിലാണ്, ആരുമില്ല, ചുറ്റും ശത്രുക്കൾ മാത്രം, ഹസ്ബൻഡിൽ ഒന്നുമില്ല. ഞാൻ വീണ്ടും വാതിൽ തുറന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാര്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങള്? അതെ, നിങ്ങളെ കുറിച്ച് ഒരു പെറ്റീഷൻ പഞ്ചായത്തിൽ വന്നത് കൊണ്ട് അന്വേഷിക്കാനായിട്ട് വന്ന കമ്മീഷനാണ് ഞങ്ങള്, പഞ്ചായത്തിൽ നിന്ന് അയക്കപ്പെട്ട കമ്മീഷൻ. ഓക്കെ, ഞാൻ കഥ തുറന്നു അകത്ത്, അതിനകത്ത് സ്ത്രീകളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കഥ തുറന്ന് അകത്ത് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ എന്തൊക്കെയോ അനാശാസ്യം നടക്കുന്നു കേൾക്കുന്നല്ലോ. എന്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന, സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയം പൊട്ടുന്ന പോലെ എനിക്ക് വേദന വന്നു. പക്ഷെ
ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് അങ്ങ് ഉല്ലസിച്ചോണം, നിന്റെ മുഖത്ത് അതിന്റെ ഭാവഭേദം കാണല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ 10 പേരെ അകത്ത് വിളിച്ചിരുത്തിയിട്ട് അവരോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു, സാക്ഷ്യങ്ങളെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ എന്താ നടക്കുന്ന പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, അനേക മദ്യപാനികൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്ന ഇടമായി ഇത്. അനേക ആത്മഹത്യകൾക്ക് പോയവര് വന്ന് അവർ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു ഇടമായി ഇത്. അനേക രോഗികൾ ദൈവം സൗഖ്യമാക്കുന്ന ഒരു ഇടമായി ഇത്. ഇതിനപ്പുറമായിട്ട് ഞങ്ങൾ ഒരു പാപവും ചെയ്യത്തില്ല, കാരണം ഞങ്ങൾ കർത്താവിന്റെ വിശുദ്ധരായ ജനമാണ്, ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ചിന്തിപ്പാനുള്ള സമയം പോലും ഇല്ല എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അതിനകത്തെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്നെ വിളിച്ച് അകത്ത് കയറ്റിക്കൊണ്ട് എന്നോട് ചോദിച്ചു, മാഡം, ഇങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ച് വീണ്ടും പിന്നെ ഇച്ചിരി ആഴമായിട്ടുള്ള മ്ലേച്ഛകരമായ കാര്യങ്ങൾ അവരെന്നോട് സംസാരിച്ചു. അപ്പൊ അപ്പോഴും ദൈവം എനിക്ക് ബലം തന്നു. ഞാൻ അവരോട് പറഞ്ഞു, സർ, മാഡം, ഇനി ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുക, രാത്രികാലങ്ങൾ കാറ് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കേൾക്കുവാണെങ്കിൽ മേഡം ആ സമയത്ത് തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നോണം, ഞങ്ങളുടെ ഡോറുകളെല്ലാം ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് എന്ത് വേണേലും വന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇവർക്കെല്ലാം മനസ്സിലായി ഇത് വെറുതെ പറഞ്ഞൊരു കാര്യമാണ്. ഇവർ പറഞ്ഞു, മേഡം സോറി, നിങ്ങളെ കുറിച്ചൊരു പെറ്റീഷൻ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് വന്നതാണ്, നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കില്ല, ഇതെല്ലാം തുറന്നു പറഞ്ഞതിനെ ഓർത്ത് വിഷമം. ഞാൻ പറഞ്ഞു, ഒരു വിഷമവും ഇല്ല, കാരണം ഞാൻ ചെയ്തെങ്കിൽ വിഷമിച്ചാൽ മതിയല്ലോ, ഞാൻ ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും, ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഞങ്ങൾ ദൈവത്തിന്റെ വേലക്കാരാണ് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ, നീതി അനാശാസ്യം നടക്കുന്ന സ്ഥലം കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞു. വേണ്ട മേഡത്തിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ലില്ല, ഞാൻ പറഞ്ഞു, ഒക്കത്തില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ വന്നേ ഒക്കത്തുള്ളൂ, കാരണം നിങ്ങളൊരു കാര്യം അന്വേഷിക്കാൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ട് പോകണം, കേട്ടിട്ട് പോകണം. എന്നിട്ട് ഞങ്ങളുടെ ആരാധനാ സ്ഥലത്തേക്ക്, ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്, ഇവിടേക്ക് കൊണ്ടുവന്നു. അവര് ഇവിടെ വന്നപ്പോൾ തന്നെ പറയുകയാണ്, അതിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, അയ്യോ, ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എന്റെ ഉള്ളിൽ എന്തോ വലിയൊരു സമാധാനം, ഞാൻ ഇനി നിങ്ങളുടെ ഈ ആരാധനയ്ക്ക് വരും. പിന്നീട് അവർ വന്നിട്ടൊന്നും ഇല്ലെങ്കിലും അത് തിരക്കേറിയ ഒരു സ്ത്രീയാണ്, എങ്കിൽ അത്രയും പറയുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം ഈ സ്ത്രീ വീണ്ടും പോയി ഞങ്ങളുടെ ചുറ്റുള്ള അടുത്തുള്ള 2 വീടുകളിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവരെന്ന്. അവർ പറഞ്ഞു, മേഡം, അവരെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അവർ ആ നാവ് പുഴുത്തു പോകും, കാരണം അത്രയ്ക്ക് മാന്യരായി ജീവിക്കുന്ന ഒരു വ്യക്തിഗതങ്ങൾ അവര്, എല്ലാവർക്കും ഒരു സഹായി അവര്, ഇതെന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പിന്നീട് ഇവർ തിരിച്ച് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേഡം, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അയൽക്കാർ ഏറ്റവും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ ഈ പെറ്റീഷൻ എല്ലാം ചുമ്മാ വ്യാജമാണെന്ന് തെളിഞ്ഞ് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ഇവരങ്ങ് പോയി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെല്ലാമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടു. ഞങ്ങളെ സ്ത്രീകളെയൊക്കെ ഉപദ്രവിച്ചല്ലോ, അപ്പൊ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടു. അപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡ് വിളിച്ചെന്നോട്, മേഴ്സി, സ്ഥിതികളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുക, അവരെ അറസ്റ്റ് ചെയ്യും, വേണ്ട അറസ്റ്റ് ചെയ്യേണ്ട, അതിനുവേണ്ടി നീ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഓടി റൂമിൽ കയറി. ഞാൻ പറഞ്ഞു, കർത്താവെ, അവരെ അറസ്റ്റ് ചെയ്യേണ്ട, അവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യല്ല കർത്താവെ, ദൈവമേ, അതൊന്നും ചെയ്യല്ല ദൈവമേ, അത് വീണ്ടും പ്രതികാരത്തിലേക്കും വീണ്ടും വ്യക്തി ജീവിതങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയിലേക്കും പോകും, അത് വേണ്ട കർത്താവ്, ദൈവം തന്നെ ഇടപെടണം. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഈ പോലീസുകാരോട് പറഞ്ഞു, സാർ, എന്റെ ഒരു അപേക്ഷയാണ്, ഇവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യരുത്, കാരണം ഇവരുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളുടെ മുഖമാണ് കാണുന്നത്, അവര് നാളെ പറയും എന്റെ ഉപ്പാനെ അല്ലെങ്കിൽ എന്റെ അപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിച്ചൊരു ഉപദേശിയായി പോകുന്നതെന്ന് പറയും, അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ഭയങ്കര അത്ഭുതം, കാരണം സാധാരണ ആൾക്കാർ എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനും അടിക്കാനും പറയുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയും, ഇത്രയും ഉപദ്രവങ്ങളും ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവര് പറയുകയാണ് ഇവരെ ഉപദ്രവിക്കരുതെന്ന്. പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ വിളിച്ചു എന്തേണ്ട കേട്ടോ ഇവര് പറയുന്നത്, ഇവരെ ഓടിച്ചിട്ട് അടിച്ചാലും ഇവരെ തിരിഞ്ഞടിക്കാത്തൊരു കൂട്ടരായി ഇവരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരെ ഇനിയും നിങ്ങൾ ഉപദ്രവിച്ചാൽ ഞങ്ങളുണ്ട് സ്ഥലത്ത്, അവിടെ നിങ്ങളെ ആ സമയം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനപരമായി വിട്ടെങ്കിലും ഞങ്ങളുടെ വീടിന് ചുറ്റും പോലീസ് കാവല്, ഒരു കൊച്ചു വീട്, ചുറ്റും പോലീസ് കാവൽ. ഞങ്ങളോട് നിങ്ങൾ ആരാധിക്കേ, എത്ര ശബ്ദം ഉയർത്തി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചോളാം. ഞങ്ങൾ ഇച്ചിരി സൗണ്ട് കുറയ്ക്കുമ്പോൾ പോലീസുകാർ എന്ന് പറയും, ആരാധിക്കേ, ശക്തമായിട്ട് ആരാധിക്കേ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ട് നമുക്കൊരു വിടുതൽ ഉണ്ടാകത്തില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത വ്യക്തി ജീവിതങ്ങളെ അതിന്റെ ഇടയ്ക്ക് അവര് കൊല്ലപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതെന്തോ പോലീസ് അവരുടെ ഉച്ചവരെ നിൽക്കും, അവര് പോകും, അല്ലെങ്കിൽ പിന്നെ വരും, നോക്കും, ഇതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം സംഭവിക്കാം. എനിക്ക് മനസ്സിലായി, കർത്താവേ, മനുഷ്യന്റെ സുരക്ഷകൾ എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്, അതിന് വലിയ ഇതൊന്നുമില്ല, വിലയൊന്നുമില്ല. പക്ഷെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തീമതിലായിട്ട് എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ വരും ദിവസങ്ങൾ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ കാണാൻ പോയാന്ന് പറഞ്ഞു. അങ്ങനെ വരും ദിവസങ്ങളിലെ ഒരു പത്രം ഞാൻ എടുത്ത് വായിച്ചപ്പോൾ ഒരു സംഭവം കണ്ടു. അത് ദേശത്തോടെ എനിക്കത് ഇപ്പോൾ തുറന്നു പറയാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അപ്പൊ ഇത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ആ പേപ്പർ കഷ്ണം വെട്ടിയെടുത്ത് എന്റെ കൈ സൂക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പർ കഷ്ണം വെട്ടിയെടുത്ത് സൂക്ഷിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നു അടുത്തൊരു സംഭവം. ദൈവാത്മാവ് പറഞ്ഞു, അത് നീ എടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞു. അത് ഞാൻ എടുത്ത് സൂക്ഷിച്ചു. 3-ാം
ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് വെളിയിലിരിക്കുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ വിടാനായിട്ടുള്ള ഒരുക്കത്തിലാ. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് വെളിയിൽ നിന്ന് ഇങ്ങനെ അലറിക്കൊണ്ട് പറയുക, മേഴ്സി ഓടി വന്ന് ചുഴലിക്കാറ്റ് വരുന്നു. ഞാൻ ഓടി ചെന്നപ്പോ ഞാൻ ചുഴലിക്കാറ്റ് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഇത് മഴയാന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീടുകളിലെ മേളത്തെ ഷീറ്റൊക്കെ പറന്ന് ഇങ്ങനെ പോകുന്നു. പല മരങ്ങളൊക്കെ വന്നിട്ട് വീടുകളിലേക്ക് വീണിട്ട് വീടുകൾ തകർന്നു പോകുന്നു. കാറ്റ് ഇങ്ങനെ വലിയ ഗോഡൌണിന്റെ ഒക്കെ മേളത്തെ ഡ്രസ് വർക്കൊക്കെ പറന്ന് ആകാശത്തൂടെ നടക്കുന്നു. ഈ സമയത്ത് കാറ്റ് ഞങ്ങളുടെ മതിലിന്റെ അടുക്കാറായി. എന്റെ ഹസ്ബൻഡ് ഓടി അലറിക്കൊണ്ട്, ആൾക്കാരെല്ലാം വെളിയിൽ ഇങ്ങനെ ഭയപ്പാടോടെ റൂമിൽ വെളിയിൽ വെളിയിൽ നിൽക്കുന്ന സമയമാണ്. എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഓടി ചെന്നിട്ട് പറഞ്ഞു, കാറ്റേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ഗതി ഞാൻ തിരിച്ചു വിടുക, എന്റെ വീടിനകത്ത് നീ കയറില്ലെന്ന് പറഞ്ഞു, എന്റെ മതിലിനകത്ത് നീ കയറില്ല. ഇങ്ങനെ കിടന്ന് അലറുവോ. ഈ സമയത്ത് ഈ അലർച്ച കേട്ടോട് ഞാൻ പറഞ്ഞു, പെയ്യപ്പറ, ആൾക്കാരെല്ലാം അവിടെ കേൾക്കുന്നു. കാരണം അന്നേരത്തെ ആ ഭയവും കൊണ്ടും ഒക്കെയാ കിടന്ന് അലറുന്നത്. പെയ്യപ്പറ, ആൾക്കാരൊക്കെ നിൽക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം മനുഷ്യർ കാണുക. ഈ കാറ്റ് ഞങ്ങളുടെ മതിലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മതിലിന്റെ സൈഡിൽ കൂടെ പോയിട്ട് പുറകിലത്തെ മതിലിന്റെ അപ്പുറത്തുള്ള ഒരു റബ്ബർ തോട്ടമുണ്ടായിരുന്നു. അതിലെ ഒരു കുറച്ച് മരങ്ങളെല്ലാം ചുഴറ്റി അവിടെ ഇട്ടിട്ട് ആ കാറ്റ് അവിടെ അസ്തമിച്ചു. ഏകദേശം 1.5 കിലോമീറ്ററിനുള്ളിൽ ഈ കാറ്റടിച്ചിട്ട് 2.25 കോടി 2.5 കോടി രൂപയുടെ നഷ്ടം ദേശത്തുണ്ടായി. ഈ സമയത്ത് പ്രശ്നങ്ങളൊക്കെ വെച്ചു, കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലായി ഞങ്ങളെ ഉപദ്രവിച്ചതിന്റെ ഒരു കാര്യമാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അവരെല്ലാം കടന്നു വന്ന് ക്ഷമ ചോദിച്ചു. ദേശത്ത് ദൈവം സമാധാനം അയച്ചു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതാണ് പറയുന്നത്, പ്രതികാരം എനിക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളതാ, നമുക്കുള്ളതല്ല. അത് ദൈവത്തിനുള്ളതാ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമ്മൾ അവസാനം വരെയും കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ തീയിൽ വെളിപ്പെട്ട ശദ്രക് മേശക് അബേദ്നെഗോവിന് വേണ്ടി വെളിപ്പെട്ട ദൈവം, ആ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായി തീരും. കേവലം വചനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല നമ്മൾ സേവിക്കുന്നത്. കേവലം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല നാം സേവിക്കുന്നത്. നമ്മുടെ ഓരോ വിഷയത്തിന്റെ മധ്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. 4-ാം യാമമാണെങ്കിൽ 4-ാം യാമത്തിൽ തന്നെ കർത്താവ് ഇറങ്ങി വരും. നമുക്ക് എപ്പോഴാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മളെക്കാൾ ഉപരി ദൈവത്തിനറിയാം. ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇടയായി തീരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേറൊരു വിഷയമായിരുന്നു എന്റെ 3ാമത്തെ മകളുടെ രോഗം. ഏകദേശം അവൾക്കൊരു 4 വയസ്സുള്ളപ്പോൾ ഫിക്സ് ആരംഭിച്ചു. പനി വരും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഫിക്സ്. അത് ഏകദേശം ഒരു ആഴ്ചയിലെ 3-4 ദിവസങ്ങളില് കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ ജീവിതത്തിൽ വന്നു. അത് അവളുടെ ബ്രെയിനെ, ബുദ്ധിയെല്ലാം ബാധിച്ചു. ഡോക്ടേഴ്സിന്റെ കയ്യിലിരുന്നു അവൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവൾക്ക് ഫിക്സ് വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ കർത്താവിനോട്, അന്ന് ഞങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങിയ കാലഘട്ടമാണ്. ഒരു വലിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇന്നും കർത്താവിനോട് പ്രാർത്ഥിക്കും. നീണ്ട ദിവസങ്ങൾ ഞാൻ ഭയത്തോടായിരുന്നു. കർത്താവ് എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അവളുടെ 11 വയസ്സുള്ളപ്പോൾ അവൾക്ക് ബർത്ത്ഡേ ആണ് അവളുടെ. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അവളെ കുളിപ്പിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ ഫിക്സ് അവിടെ ജീവിതത്തിൽ വന്നു. ഞാൻ വിചാരിച്ചു കുഞ്ഞു മരിച്ചുപോയെന്ന്. ഞാൻ പെട്ടെന്ന് ഇവളെ കട്ടിലേക്ക് കിടത്തി. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ജീവനോട് തരുവാണെങ്കിൽ സൗഖ്യത്തോടെ ദൈവം തരണം, ഇല്ലെങ്കിൽ കർത്താവ് എടുക്കുകയാണെങ്കിൽ എടുത്തോ. പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണാനുള്ള, കാരണം ഈ ഫിക്സ് വരുമ്പോൾ അത് കാണാനുള്ള ഒരു മാതാപിതാക്കൾ കണ്ണിക്കാൻ ഒക്കത്തില്ല. അത്രയും ഭീകരമായ ഒരു അനുഭവമാണ്. പക്ഷെ കർത്താവ് അന്ന് അവളെ തൊട്ട് സൗഖ്യമാക്കി. ഇന്ന് അവള് വാഹിതയായി സമാധാനത്തോടായിരിക്കുന്നു. അതിനുശേഷം ഫിക്സോ ഒരു പനിയോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അനുഭവമോ ദൈവം വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാനിടയായി. അതിനുശേഷം ഓരോരോ സംഭവങ്ങൾ, അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പേര് ഞങ്ങളെ ആക്രമിക്കാൻ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് പലപ്പോഴും ആക്രമണം എന്റെ നേരെ വന്നിട്ടുള്ളത്. അവിടെ എല്ലാം പിടിച്ചു നിൽപ്പാന് ഒരു ദിവസം ഞാൻ ഒരു സൺഡേ ആണ്, ആരാധനയെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. അന്ന് വൈകുന്നേരത്ത് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഒത്തിരി ടയർഡ് ആയതുകൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ആ മീറ്റിങ്ങിന് ഞാൻ വരുന്നില്ല, അച്ഛൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഇതിപ്പം എന്റെ മമ്മിയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് സഹോദരന്മാരെ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ടയർഡ് ആയതുകൊണ്ട്, അന്ന് എന്റെ മൂത്ത മോളുടെ ബോർഡ് എക്സാം നടക്കുക. അപ്പോൾ അവൾ അകത്തിരുന്ന് പഠിക്കുക. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വരിക. പുതുതായിട്ട് ഞങ്ങളുടെ ആ സ്ഥലത്ത് അടുത്ത് തന്നെ കടന്നു വന്നൊരു മനുഷ്യൻ കടന്നു വരിക. കടന്നു വന്നിട്ട് ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ചായ കൊണ്ട് കൊടുത്തു. ചായ കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് മാറിക്കോ, ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ കർത്താവ് അങ്ങനെ പറയുന്നത്, എന്തേലും പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഈ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനുമാണ്, എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല.
പെട്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞു, ആ ബ്രദറെ എനിക്ക് അത്യാവശ്യം ഒരു ഇങ്ങനെ പ്രയറിന് പോകണം, ഞാൻ പോവാ. അപ്പൊ വീട്ടിൽ ആൾക്കാരെല്ലാം ഇരിപ്പുണ്ടല്ലോ, മമ്മിയുണ്ട്, സഹോദരിമാരെല്ലാം ഉണ്ട്. അപ്പൊ ആ മനുഷ്യൻ ചായ കുടിക്കുന്ന ടൈമേ ഉള്ളൂ, അദ്ദേഹത്തിന് 2 മക്കളും കൂട്ടത്തിലുണ്ട്. അപ്പൊ ചായ കുടിക്കുന്ന ടൈമേ ഉള്ളല്ലോ. അപ്പൊ ഞാൻ നേരെ അദ്ദേഹത്തിന് മുമ്പിൽ വെളിപ്പെട്ടില്ല. ഞാൻ എന്റെ മോളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോൾ, അവള് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു, മോളെ എന്താണെന്നറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കല്, മാറിപ്പോണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവൾ എന്നോട് ചോദിച്ചു, മമ്മി ആ മനുഷ്യൻ നമ്മുടെ ഈ റൂമിന്റെ അവിടെ വല്ലതും വരുമോ? ഞാൻ പറഞ്ഞു, മോളെ, ഒരു പുതുതായിട്ട് വന്ന മനുഷ്യരെ എങ്ങനെ ബെഡ്റൂമിൽ കയറി വരും, അതൊക്കെ ചുമ്മാതാ, അതുപോലെ അവിടെ എല്ലാം മമ്മിയുണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ എന്റെ മോളുടെ മുഖത്ത് ഇങ്ങനെ ഏതാണ്ടൊക്കെ ഗോഷ്ഠികൾ കാണിക്കുന്നു. അപ്പൊ ഇവള് തമാശ പറയും. ഞാൻ വിചാരിച്ചു ഇവള് തമാശ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, തമാശ കാണിക്കായിരുന്നു, പഠിക്കണി, ഞാൻ കിടക്കുവാണല്ലോ. അപ്പം ഇവള് വീണ്ടും ഇവളുടെ കണ്ണൊക്കെ ഭയപ്പാടോടെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താ ഇവളിങ്ങനെ കാണിക്കുന്നത്. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഒരു ഭീകര രൂപിയെ പോലെ ഞങ്ങളുടെ ബെഡ്റൂമിലെ വാതിക്കൽ വന്നിങ്ങനെ നിൽക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റപ്പോ തന്നെ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തില് നീ എന്റെ റൂമിൽ നിന്ന് മാറിപ്പോ എന്നോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഉറക്കെ ഞാൻ അലറിക്കണം, അവൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ. ഇദ്ദേഹത്തിന്റെ മുഖം പൈശാചിക രൂപത്തിലായിരിക്കുക. ഇദ്ദേഹം പെട്ടെന്ന് ഓടിയിട്ട് ഞങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ അടിച്ചു നീ യേശുവിന്റെ നാമം മാത്രം പറയരുതെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി യേശുവിന്റെ നാമം പറഞ്ഞ രക്ഷയാ. ഞാൻ പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമല്ലോ, പെൺകുഞ്ഞാണല്ലോ, ഞാൻ ഇവളെ തെള്ളി ഹോളിലേക്ക് മറ്റുള്ള സഹോദരിമാരും എന്റെ മമ്മിയൊക്കെ ഇരിക്കുന്ന അവിടേക്ക് വിട്ടു. ഇദ്ദേഹം വീണ്ടും പാഞ്ഞെടുക്കുക എന്റെ നേരെ. ഞാൻ എപ്പോഴും വീണ്ടും പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ തൊടാൻ നിനക്ക് അധികാരമില്ല, മാറിപ്പോകാൻ പറഞ്ഞിട്ട് യേശുവിന്റെ നാമം മാത്രം പറയില്ല. ആ സമയത്ത് ഞാൻ ചാടി ഹോളിലേക്ക് വന്നു. അദ്ദേഹം വീണ്ടും ഞങ്ങളെ ആക്രമിക്കാനായി കടന്നു വരിക. ഞാനപ്പോ യേശുവിന്റെ നാമത്തിലാണ് നിന്നോട് പറഞ്ഞത്, ഞങ്ങളെ തൊടാൻ നിനക്ക് അധികാരമില്ല. ഇദ്ദേഹം അടുക്കുന്നോറ് ഇയാൾ അലറിക്കൊണ്ട് ഓടുക. ഈ സമയത്ത് ഞാൻ ഓടി റൂമിൽ കയറി ദൈവത്തിന് ആത്മാവിനോട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇതൊരു പൈശാചിക വെല്ലുവിളിയാ. ഞാൻ റൂമിനകത്ത് കയറിയിട്ട് ഞാൻ ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിശാചിനോട് പടവെട്ടാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം വാതിൽക്കൽ വന്നിട്ട് ഉറക്കെ അലറുക, നീ ഇറങ്ങി വാടി, നീ അതിനകത്ത് എന്തെടുക്കുക, നിന്നെ ഇന്ന് ഞാൻ കാണിച്ചിട്ട് പോ, നീ ഇറങ്ങി വാടി, ഇങ്ങനെ അലറുക. അപ്പൊ ഈ സഹോദരന്മാരെല്ലാം പറഞ്ഞു, ആന്റി അവിടെ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ ദൈവസനെ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് ആത്മാ പറഞ്ഞു, അവിടെ സമാധാനമായി നീ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ എന്ന് കരയുക. ഈ കരയുന്ന സമയത്ത് തന്നെ മക്കൾ ഓടി വെളിയിൽ ഇറങ്ങിയിട്ട് അവര് ആരുടെ വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്തു ദേവദാസിന് വരാനായിട്ട്, പെട്ടെന്ന് ഇവിടെ പ്രശ്നം നടക്കുക. പോകുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക. ചോദിച്ചു എന്താ പറ്റിയത്. ഇദ്ദേഹത്തിനും അറിയത്തില്ല എന്താ പറ്റിയെന്ന്. ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് താഴെ വീണപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ പിശാച് എന്നോട് പറഞ്ഞു, അവളുള്ള ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്ററേയും ആ ഭാര്യയും കൊന്നിട്ട് വരാനായിട്ട്. അതിനായിട്ട് ഇവിടെ പക്ഷെ വന്നപ്പോ തന്നെ പാസ്റ്റർ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷെ ആ സ്ത്രീയുടെ അടുത്ത് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ശക്തി ആ സ്ത്രീയിലുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പോലും അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അനേക സന്ദർഭങ്ങളിൽ അടിക്കാൻ വന്നവരുണ്ട്, പലതരത്തിൽ ആക്രമിക്കാൻ വന്നവരുണ്ട്, അങ്ങനെ. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഭയങ്കര ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിശാചിന്റെ മധ്യത്തിൽ കർത്താവ് കൊണ്ട് എന്നെ ഇട്ട് എന്റെ ഉള്ളിലെ ഭയമെല്ലാം മാറ്റി. ഹല്ലേലൂയ. അന്ന് പക്ഷേ ഈ മനുഷ്യന് ചില ആയുധങ്ങളുമായിട്ടൊക്കെ ആയിരുന്നു വന്നത്. അദ്ദേഹം അതെല്ലാം കാണിച്ചു, അദ്ദേഹം അങ്ങ് പോയി. പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഭയം കയറി. അതുവരെ ഞാൻ പിടിച്ചു നിന്നു. എന്റെ കാലൊക്കെ ആടാൻ തുടങ്ങി, എന്റെ ഏപ്പൊക്കെ ഒക്കെ ബലമൊക്കെ വിട്ടു. ഞാൻ ചേറെ പോയിരുന്നിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് എന്നെ കുറിച്ചുള്ള ഭയം അല്ല ഉണ്ടായത്. 3 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു ചുറ്റുമതിലില്ല, ഒരു ആരുമില്ല അടുത്ത്. ചുറ്റും എന്നെ കാട് പിടിച്ച് കിടക്കുന്ന സമയം. ആ സമയത്ത് ഇപ്പം ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങള് ഞങ്ങൾ ഇവിടെ ഇല്ല, എന്റെ കുഞ്ഞുങ്ങളെ അയാൾ ആക്രമിക്കും, അവരെ വല്ലതൊക്കെ ചെയ്യും, എനിക്കിനി ഇവിടെ വേല ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ ഇവിടെ വിട്ടുപോകുക കർത്താവേ, ഇങ്ങനെ പറയാ. പെട്ടെന്ന് ഞാനിങ്ങനെ മനസ്സ് അസ്വസ്ഥമായി, മനസ്സ് മുഴുവൻ കലങ്ങി, ഭയം കൊണ്ട് ഞാൻ നിറഞ്ഞു. എന്റെ ശരീരം എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്നൊരു വചനം തന്നു, മോളെ, നീ കാലാളിനോടുകൂടി ഓടി ക്ഷീണിച്ചാൽ കുതിരയോട് നീ എങ്ങനെ മത്സരിച്ചോടുന്നത്. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുമ്പോൾ യോർദാന്റെ വൻകാട്ടിൽ അഥവാ യോർദാൻ കലങ്ങി വരുമ്പോൾ നീ എന്ത് ചെയ്യും. ഈ വചനം എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയപ്പോൾ എനിക്കറിയത്തില്ല, തല മുതൽ പാദം വരെയും ഒരു ദൈവശക്തി എന്നെ മൂടി. നമ്മനില്ല കർത്താവേ, ഞാൻ ഇവിടെ വിട്ടുപോകത്തില്ല. കർത്താവിന്റെ എന്ന് വരെ കർത്താവ് ഇവിടെ നിർത്തുന്നു, അന്ന് വരെ ഞാൻ നിൽക്കാം. അതിനുള്ള ബലം മാത്രം എനിക്ക് തന്നാൽ മതി, അതിനുള്ള കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാനൊരു ദിവസം ഈ സൺഡേ രാവിലെ ഞാനൊരു സ്വപ്നം കണ്ട എഴുന്നേറ്റത്. കണ്ടതെന്താന്ന് ചോദിച്ചാൽ, എന്റെ ഞങ്ങളുടെ ഇടയ മകളെ ഇങ്ങനെ കൊന്നിട്ട് കഷ്ണമായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ചാടി എഴുന്നേറ്റ് ഭയം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ പലരും സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, പല കാര്യങ്ങളും, നിങ്ങളെ കൊല്ലുന്നു, ഇതൊക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞു. ഞാൻ ദൈവത്തോട്, കർത്താവേ, മതി, ഞങ്ങൾ ഇവിടെ വിട്ടുപോകുക, ഇനി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, മോളെ,
നീ രക്തസാക്ഷിയായിട്ട് മരിക്കാനായിട്ട് സമർപ്പിച്ചല്ലേ? ഞാൻ പറഞ്ഞു അതേ കർത്താവേ, നിന്റെ മക്കളെയും കൂടെ എനിക്ക് തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ ഓക്കെ, എന്റെ മക്കളെ തരുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ അതുകൊണ്ട് കർത്താവേ എന്റെ മക്കളെ മാത്രം നീ ചോദിക്കരുത്, എന്നെ ഞാൻ സമർപ്പിച്ചില്ലേ കർത്താവേ, ഞാൻ എന്തിനും തയ്യാറാകാം. പക്ഷെ എന്റെ മക്കളെ, പലപ്പോഴും നമുക്ക് മക്കളുടെ കാര്യം വരുമ്പോ ഇച്ചിരി പ്രയാസമുണ്ടല്ലേ. അപ്പൊ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവത്തിന് ആത്മാവ് വീണ്ടും ചോദിച്ചു, മോളെ നിന്റെ മക്കളെയും കൂടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ സമർപ്പിച്ചു, കർത്താവെ എന്റെ മക്കളെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചു. കർത്താവെ എന്റേതായിട്ട് ഇനി ഒന്നുമില്ല, എല്ലാം ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു കർത്താവെന്ന്. ആ ഉള്ളിൽ എന്റെ ഉള്ളിലേക്ക് വലിയൊരു ദൈവിക സമാധാനം വന്നു. ആ സമയം തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, അടുത്തൊരു ഹിന്ദു ഫാമിലി ഉണ്ട്, അവരുടെ അടുക്കിലേക്ക് നീ കടന്നു പോകാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവ് ഇന്ന് സൺഡേയാ, ഞാൻ ഇങ്ങും പോകാറില്ല, ഞാൻ ഇങ്ങനെ ഹിന്ദു അവിടേക്ക് പോകുന്നത്, ഇന്ന് ആരാധനയുടെ ദിവസമല്ലേ. ദൈവത്തിന് ആത്മാവിനോട് പറഞ്ഞു ഒക്കത്തില്ല, നീ പോകാൻ പറഞ്ഞു. വളരെ ഒരു ആത്മാവിന്റെ ഒരു പ്രേരണ കിട്ടിയത് മൂലം ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഗേറ്റിന് മുട്ടി ആ സഹോദരി വന്ന് ഗേറ്റ് തുറന്നു. ആ സമയം തന്നെ ആ സഹോദരി എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മേഴ്സി നിങ്ങൾ ഇവിടെ വിട്ടുവോ, മേഴ്സി നിങ്ങൾ ഇവിടെ വിട്ടുവോ? ഞാൻ എന്താ, നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ മക്കളെ അവർ ഉപദ്രവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ ഈ ദേശം വിട്ടുവോ? ഈ സഹോദരനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ എന്താ നടന്നത്? ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനി അവർക്ക് വല്ല രഹസ്യങ്ങൾ വല്ലതും കിട്ടിക്കാണെന്നുള്ള രീതി ചോദിച്ചു, എന്താ നടന്നത്? മേഴ്സി ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു സ്വപ്നമോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഞാനൊരു വിധത്തിൽ ബലം പ്രാപിച്ചു ഇങ്ങോട്ട് വന്ന്, എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ദൈവം ഇവിടെ കൊണ്ടുവന്നത്? വീണ്ടും ഈ ഭയത്തിന്റെ വാക്കുകളാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ദൈവാത്മാവിനെ നീ സൈലന്റ് ആയിട്ടൊന്ന് നിൽക്കേ, ബാക്കി ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സ്വപ്നം? അണ്ണ പറഞ്ഞു, മേഴ്സി ഞാൻ കണ്ട സ്വപ്നം ഒത്തിരി ഭീകരവാദികള് കുറെ പേരെ വെടിവെച്ചുകൊണ്ട് വരിക, മുഖംമൂടിയൊക്കെ ധരിച്ച ഭീകരവാദികളാ വെടിവെച്ചുകൊണ്ട് വരിക. ഈ ഭീകരവാദികളെല്ലാം ഓടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്, അല്ല ഭീകരവാദികളല്ല, ഈ ജനമെല്ലാം ഓടി നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവർ പറയുന്നുണ്ട് ഇവിടെ കടന്നു വന്നാൽ രക്ഷയുണ്ട്, ഇവിടെ കടന്നു വന്നാൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരിക. ആ സമയത്ത് ഈ സഹോദരി കിടന്ന് നിലവിളിക്കുന്നു, ഇതെന്തുവാ സംഭവിക്കും, ഭീകരവാദികൾ വരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവര് കടന്ന് ഇങ്ങനെ കരയുക. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒരു കുരിശുണ്ടാക്കിയിട്ട് അതിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പറയുക, സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുപോലെ ഈ ജനത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ പോവാന്ന്. ഈ സഹോദരി ഓടുന്നോണ്ട് പറയാ, എന്റെ ചേട്ടാ നിങ്ങൾ അത് കേറില്ലേ, ഭീകരവാദികൾ വരുന്നുണ്ട്, ഇങ്ങനെ കടന്ന് അലുറി പോവാ ഇവര്. ഈ സമയത്ത് എന്നോട് പറയാ, നിങ്ങളുടെ വീടിന്റെ വലതുവശത്ത് ഒരു വെള്ള പട്ടാളം, നേവി പട്ടാളം അണിനിരന്നു. അതിന്റെ അവരുടെ തൊപ്പി വെള്ളയാണ്, അവരുടെ ഡ്രസ്സുകൾ വെള്ളയാണ്, അവരുടെ വെണ്മ എനിക്ക് പറയാനൊക്കത്തില്ല. അവര് വന്നിട്ട് എന്നോട് പറയുകയാണ്, ആ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ കരയുന്നത്, അവരെ സംരക്ഷിക്കുവാൻ ഞാൻ ഇവിടെ ഉണ്ട്. ഇത് പറഞ്ഞിട്ട് ഇവര് വീണ്ടും കരയുക, മേഴ്സി നിങ്ങൾ ഇവിടെ വിട്ടുവോ? ഞാൻ ചോദിച്ചു എന്തിനാ ഇനി വിട്ടുപോകുന്നത്? ആണ് ഞാൻ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ കർത്താവേ എന്ന് ഞാൻ ഇങ്ങനെ സ്തുതിക്കാം. എന്താ മേഴ്സി പോകാത്ത? ഭീകരവാദികളെ മേഴ്സി കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, സഹോദരി നിങ്ങൾ കണ്ടത് ആ ഭീകരവാദികളെയാ, പക്ഷെ ഞാൻ കണ്ടത് ആ വെള്ളപ്പട്ടാളത്തെയാ. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ വെള്ളപ്പട്ടാളം? ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ദൂതന്മാര് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുക, അല്ലെങ്കിൽ അവർ ഇവിടെ ഉള്ളപ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ ധൈര്യപ്പെടുന്നത്? പണ്ട് ആ സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും കരയോ, മേഴ്സി ഇവിടെ വിട്ടുവോ, കുഞ്ഞുങ്ങളെ ഓർത്ത് വിട്ടുവോ? ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് ബലമായി, ഞങ്ങൾ ഇനി ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ ദേശം വിട്ടു പോകത്തില്ല. അങ്ങനെ ഒരു തീരുമാനത്തോടെ ദൈവം വലിയൊരു ബലം ഞങ്ങൾക്ക് തന്നു. ഞാൻ പറഞ്ഞത് ഒരു ഗിദിയോന് വേണ്ടിയിട്ട് മിദ്യാന്യ ആ പാളയത്തിൽ സ്വപ്നം കാണിച്ച് ഹല്ലേലൂയ പ്രവർത്തിച്ചെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്, നമ്മൾ പ്രസംഗിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലും ദൈവം നടത്തും. ഹല്ലേലൂയ. ഒരു ഗിദിയോന് വേണ്ടി മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശക്തി വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് വ്യാപരിക്കും. പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ നിഷ്കളങ്കതയോടെ ദിവസത്തിലായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 100 അനുഭവങ്ങളാ കർത്താവ് ഈ ദേശത്ത്. ഓരോ ദിവസവും ഞങ്ങള് എന്താ പറയുക, പ്രഭാതം ഉണരുമ്പോൾ ഓരോ വെല്ലുവിളികളെയാ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ മനസ്സ് പതറുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പതറാതെ ദൈവം ഞങ്ങളെ നിർത്തുക. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം ഞങ്ങളെ വിടുവിക്കുക. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നൊരു സംഭവം എന്ന് പറയുന്നത്, മൂത്ത മകൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നു. അവർ ദൈവവേലക്കാരാണ്. ദൈവം അവൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ചും അവരുടെ പേരിനെ കുറിച്ചൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ അതൊക്കെ സന്തോഷിച്ചിരിക്കുക. ഞങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ആദ്യത്തെ കുഞ്ഞ് കടന്നു വരിക, ഒരു കുഞ്ഞ് കടന്നു വരിക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിനുവേണ്ടിയുള്ള സന്തോഷത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ 6-ാം മാസമായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞിന്
വളരെ മാരകമായ ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ട്. അവന്റെ കുഞ്ഞിന് സർജറി, ഈ ഡെലിവറി വളരെ പ്രയാസമായിരിക്കും, അതിന് അതുപോലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഹാർട്ട് ഡിസീസിനെ കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ എന്റെ കൊച്ചിലെയൊക്കെ ഈ മലയാള മനോരമയില് ഈ ഹൃദയപൂർവ്വം ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അതെന്തോ ശസ്ത്രക്രിയ എനിക്ക് അറിയത്തില്ല, അത് എന്തിനു വേണ്ടിയുള്ളതാണെന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതിന്റെ ആഴവും അന്നരവും ദൈവം എന്നെ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവേ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയും, ഇതൊക്കെ മാറും, പ്രാർത്ഥിക്കുമ്പോൾ മാറും. കാരണം നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേരെ ദൈവം സർജറിയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇതിനേക്കാളും വലിയ പല മന്ദബുദ്ധികളായി ജനിക്കേണ്ട കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവർക്ക് ദൈവം നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങ് ജീവിച്ചു. ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവിടെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് നിർത്തുക. അങ്ങനെ ഈ കുഞ്ഞ്, അവളുടെ ഡെലിവറി ടൈമായി, കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. അതിന് ഡെലിവറിക്ക് മുമ്പ് വരെ ഞങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ജനിച്ചു. പക്ഷേ അന്ന് വൈകുന്നേരം ഇപ്പൊ ഡോക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് തോന്നിയതായിരുന്നു അത് കുഞ്ഞിന് കുഴപ്പമില്ലെന്ന്, പക്ഷെ മാരകമായ ഒരു ഹാർട്ട് ഡിസീസ് ആ കുഞ്ഞിന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് സർജറി ചെയ്യണം. തകർന്നു പോയി കേട്ടപ്പോൾ. കാരണം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടായിരുന്നത്. എന്നിട്ട് അവരെ ഞങ്ങളോട് പറഞ്ഞു, ഈ സർജറി ചെയ്താലും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടുമോ എന്നറിയത്തില്ല. കാരണം വീണ്ടും 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 ആ കുഞ്ഞിന് സർജറി ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളൊരു കുഞ്ഞായത്. അന്ന് ഞങ്ങൾ ആ ഡോക്ടേഴ്സിനോട് ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തെ അവധി തരണം, ഞങ്ങൾ അതിനുശേഷം പറയാം. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഈ 3 ദിവസത്തെ അവധി ചോദിക്കുന്നത് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒത്തിരി എന്താ പറയുന്നത് പ്രയാസമായി തീരും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ അറിയിക്കണം. ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു, പ്രാർത്ഥനാ റൂമിൽ കയറി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അങ്ങ് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്? എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കർത്താവേ. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കൊന്നും കേൾക്കണ്ട കർത്താവ്, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതെനിക്ക് കേട്ടാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ എല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിന് മുമ്പ് അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ആ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ നിരത്തി വീഴുക. അവിടെ പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകണം, പക്ഷേ പിതാവേ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. ഈ വചനം എന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ്, എന്റെ ഉള്ളിലുള്ള എല്ലാം മാറിയിട്ട് ഉള്ളിലേക്ക് ഒരു സമാധാനം വ്യാപരിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ കുഞ്ഞിനെയല്ല ചോദിക്കുന്നത്, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. അങ്ങയുടെ ഇഷ്ടം ഇതിൽ കൂടെ കടന്നു പോകാനാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു കർത്താവേ. ഞാൻ പാട്ടുപാടി, എന്റെ ഉള്ളിലെ ആ ഭയവും എന്റെ ഉള്ളിലെ ടെൻഷനെല്ലാം മാറി. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. എന്റെ മരുമകന്, ഞാൻ, ഹസ്ബൻഡ്, ഞങ്ങള് 3 പേരും കൂടെ ഡോക്ടേഴ്സിന്റെ റൂമിൽ കയറി. മരുമകന്റെ സാക്ഷ്യം പറഞ്ഞു, നമ്മളുടെ ഹസ്ബൻഡ് ആ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളുടെ ഓരോരുത്തരെയും സാക്ഷ്യം പറഞ്ഞു, ദൈവം ഞങ്ങളെ വിടുവിച്ച വിധങ്ങൾ. എന്നിട്ട് ഞങ്ങള് അല്ലെങ്കിൽ സ്വീറ്റുമായിട്ടായിരുന്നു ചെയ്യുന്നത്. അത് ഡോക്ടേഴ്സിന് കൊടുത്തു. ഡോക്ടേഴ്സ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇതിന്റെ ഇതുവല്ലോ അറിയാമോ? ഞങ്ങൾ പറഞ്ഞു, എന്തു ആയിക്കൊള്ളട്ടെ, ആ കുഞ്ഞു ജീവനോടെ ദൈവം ഞങ്ങൾക്ക് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ തന്ന സമാധാനമാണിത്. ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളിൽ ദൈവം വിടുതൽ അയച്ചു. ആ ദൈവത്തിന് ഈ കുഞ്ഞിനും വിടുതൽ കൊടുക്കാൻ സാധിക്കും. ആ ഡോക്ടേഴ്സ് ഇതെടുത്തു, ലഡു എടുത്തു. കഴിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കൂടെ കണ്ണീരൊഴുകുന്നുണ്ട്. കാരണം അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചു. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആ കുഞ്ഞിന്ന് ഏകദേശം 9 വയസ്സുള്ളവനായിട്ട് ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നു. ദൈവത്തിന്റെ കരം ആ കുഞ്ഞിനെ വെളിപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ നമ്മൾ സർജറി ചെയ്ത് അവന്റെ 5-ാം ദിവസം അവന്റെ സർജറി കഴിഞ്ഞു. ദൈവം അത്ഭുതകരമായിട്ട് ആ സർജറി എല്ലാം സക്സസ് ആയി. ഒരു പ്രശ്നം അതിനകത്തുണ്ടായില്ല. ചില ദിവസങ്ങൾ, മാസങ്ങൾ കിടക്കണമെന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ. പക്ഷെ ചില ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ കിടന്നുള്ളൂ. കുഞ്ഞ് വന്നു. പിന്നെ എന്നെ തുടർമാനമായി ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ 5-ാം വയസ്സിലാണ് പിന്നെ അടുത്ത സർജറി. അതും സക്സസ് ആക്കി. ദൈവം ഇന്ന് ആരോഗ്യത്തോടെ അവനായിരിക്കുന്നു. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിലേക്ക് അവനിന്ന് ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കുക അല്ലെ, നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുദിനം പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ വെല്ലുവിളികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇത് കണ്ടൊരിക്കലും നമ്മൾ തളരരുത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ക്രിസ്തീയ ഭക്തന്റെ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രതികൂലങ്ങളാണ്. അതിന്റെ വളമാണ്, നമ്മുടെ വളമാണ്. ആത്മീയത്തിൽ വളരാനുള്ളൊരു വളമാണ് ഈ പ്രതികൂലം, ഈ പ്രശ്നം, ഈ രോഗങ്ങൾ, ഈ കഷ്ടങ്ങള്. അല്ലെ, അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സകല കഷ്ടങ്ങളും ഞാൻ ജയിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ?
പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ? വെല്ലുവിളിയിൽ കൂടെ കടന്നു പോകുന്നവരാണോ? പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണോ? ഒന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. നമ്മളെ വിളിച്ച ആത്മനാഥൻ നമ്മളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് ദൈവത്തിന്റെ വചനമാ. ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാൻ ഓരോ ദിവസവും നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, യോബ് പറഞ്ഞു, കർത്താവെ ഞാൻ നിന്നെ കുറിച്ചൊന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ഞാൻ നിനക്ക് ആഴമായി അറിയുവാനിടയായി തീർന്നു. എന്താ കാര്യം? യോബിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളായിരുന്നു, കഷ്ടതകളായിരുന്നു. അപ്പൊ നമ്മുടെ കഷ്ടതകൾ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഴമായി ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, ഇത്രയും നേരം സിസ്റ്ററിന് വിലയേറിയ സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവ് തന്ന ദേശത്ത് ഇന്നും നിലനിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴാ ദേശത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? വളരെ സന്തോഷകരമായിട്ട് അവർ തന്നെ നമുക്കെല്ലാം ചില ഭവനങ്ങൾ ഞങ്ങളുടെ വീടിന്റെ താഴെയായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. പാർക്കിങ്ങിനൊക്കെ അവരവരുടെ ഭവനത്തിന്റെ അവരുടെ സ്ഥലമൊക്കെ വിട്ടുതരും. നിങ്ങൾ പാർക്ക് ചെയ്തു. വളരെ സ്നേഹത്തോടെ നമ്മളൊക്കെ പോകുമ്പോൾ വളരെ റെസ്പെക്റ്റോടെ അവർ ഇടപെടുന്നു. വളരെ സ്നേഹത്തോടെ അവർ ഇടപെടുന്നു. പ്രാർത്ഥിക്കാനായി പലരും വരും. എന്നുവെച്ചാൽ അങ്ങനെ ആരാധനയ്ക്കായിട്ട് വരത്തില്ലെങ്കിലും അവരല്ലാതെ വന്ന് ഞങ്ങളോട് അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഞങ്ങളോട് അറിയിക്കും. പ്രാർത്ഥിക്കണമേ എന്ന് ചോദിക്കും. വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെടുന്നു. ഏകദേശം 23 വർഷമായി ഞങ്ങൾ ഈ ദേശത്ത് വന്നിട്ട്. ദൈവം ഇന്നുവരെയും നിർത്തുന്നു. ആത്മാക്കളൊക്കെ ഒത്തിരി ആത്മാക്കൾ വരുന്നുണ്ട്. ഞങ്ങളിപ്പോ വീടിന്റെ മുകളിൽ വലിയ ഒരു ഹോള് പോലെ പണിതു. ഏകദേശം 10-100 പേരോളം, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മിക്കവാറും 80-100 പേരോളം വന്ന് ആരാധിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നു. വേറെ ഔട്ട് സ്റ്റേഷൻ വർക്കുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദൈവദാസന്മാരെയൊക്കെ ആക്കി അങ്ങനെ നടക്കുന്നു. ദൈവം നടത്തുന്നു ഓരോ ദിവസവും. ആമേൻ. കർത്താവ് ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം, അനേകർക്ക് പല ധൈര്യവും പ്രത്യാശയും തരുന്നതായ സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസ്യ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഓക്കെ, ദൈവദാസിയെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കേട്ടില്ലായിരുന്നു. ദേവദാസി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉന്നതനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. കിളിവരാ നടികൾ കുറാശുകൂടെ അപ്പച്ചന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് തന്ന കൃപയോർത്ത് സ്തോത്രം. ഇന്ന് അടിയന്റെ ആ കർത്താവെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ സ്വർഗം കൃപ ചെയ്തിടുവാനായി സ്തോത്രം. ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ലപ്പാ. ഞങ്ങളെ സ്നേഹിപ്പാനോ ഞങ്ങളെ കരുതുവാനോ ഒന്നും ഞങ്ങൾക്ക് ഒരു യോഗ്യതയെ എടുത്തു പറയുവാനില്ല. ഒരു നന്മയും ഞങ്ങൾക്ക് പറയുവാനില്ലെങ്കിലും കർത്താവിന്റെ സ്നേഹം എത്ര ആഴമുള്ളതാണപ്പാ. കാൽവറി ഞങ്ങൾക്ക് വേണ്ടി കാണിച്ച സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുകയാണപ്പാ. ഞങ്ങളോട് കാണിച്ച കരുതലിനും ആ കരുണയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു നാഥാ, നന്ദിയോടെ വാഴ്ത്തുന്നു. ഇന്ന് കർത്താവെ, പ്രിയ കർത്താവെ, സിസ്റ്ററിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തന്റെ കർത്താവെ തിരക്കേറിയ ജീവിതത്തിനിടയിലും അല്പസമയം കർത്താവിന് വേണ്ടി, കർത്താവിന് വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ കർത്താവ് കൊടുത്ത നല്ല മനസ്സിനായ സ്തോത്രം. ഈ ചാനലിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതൊരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. അനേക ആയിരങ്ങളുടെ ഇടയിലേക്ക് ഈ ചാനലിൽ കൂടിയുള്ള സാക്ഷ്യങ്ങള് ഹല്ലേലൂയ കടന്നു ചെന്ന് അനേക ജീവനറ്റവർക്ക് ജീവൻ പ്രാപിപ്പാൻ, ഉത്തേജനം പ്രാപിപ്പാൻ, ആത്മാവിൽ പുതുക്കപ്പെടുവാൻ, ആത്മാവിൽ ശക്തീകരണം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ധാരാളമായിട്ട് ഞങ്ങളുടെ ദാസിയുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി വീണ്ടും തീർത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഇതിൽ ശ്രദ്ധിക്കുന്ന, ഇതിൽ കാണുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ യേശുവിന്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമമെന്ന്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയാണ് എല്ലാ ശക്തിയിലും മേലായ ശക്തിയെന്നും ഒരിക്കൽ കൂടെ എല്ലാവരും ഗ്രഹിക്കത്തക്കോണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണപ്പാ. അങ്ങയുടെ മഹത്വത്തിന്റെ ഒരു അംശം പോലും ഗ്രഹിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്ക് ഇല്ലപ്പാ. എങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ലപ്പാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവല്ല അത് വ്യാപരിക്കുന്നു. ഞങ്ങളുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങൾ കർത്താവെ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടാതെ, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവെ. അങ്ങയുടെ ശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ ദാസിന്റെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ചാനലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടനായി സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിന്റെ നാമം ചോദിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.